ലോകത്തിന് സമാധാനം ആവശ്യമാണ്. വിശിഷ്യ ക്രിസ്ത്യൻ, മുസ്ലിം, ജൂത വിഭാഗങ്ങൾ തമ്മിൽ ആ കോൺവെർസേഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നല്ലൊരു ക്രിസ്ത്യൻ സഹോദരനോടുള്ള സംഭാഷണമാണ്. തർക്കങ്ങളുണ്ട്, വിയോജിപ്പുകളുണ്ട്, യോജിപ്പുകളുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാവരും യോജിക്കുന്നൊരു കാര്യം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ ലോകത്ത് സമാധാനം ഉണ്ടാകണം. അതിൽ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം വേണം. മുസ്ലിം ജൂത ഐക്യം, സാഹോദര്യം വളരെ പ്രധാനമാണ്. അതിനുള്ള ഏറ്റവും നല്ല വഴി പരിശുദ്ധ ബൈബിളും മഹാത്മാഗാന്ധിയുമാണ്. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കറുത്ത വർഗക്കാരുടെ വിപ്ലവ പോരാളിയായ വിമോചകനായ മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത്, യേശുവാണ് എനിക്ക് ലക്ഷ്യങ്ങൾ തന്നത്, ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ പഠിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് എന്ന്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ ക്രിസ്തീയ പ്രഭാഷകൻ സ്റ്റാൻലി ജോൺസ് പറയുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ രസകരമാണ്. ആധുനിക കാലത്ത് യേശു ക്രിസ്തുവിനെ ഏറ്റവും മനസ്സിലാക്കിയതും ആ മാർഗത്തിൽ ജീവിച്ചതും ഈസ്റ്റിലും വെസ്റ്റിലും മഹാത്മാഗാന്ധിയാണ് എന്നുള്ളതാണ്. മാർട്ടിൻ ലൂതർ കിങ് പറയുന്നുണ്ട്, 20-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ കൗതുകം ഏറ്റവും നല്ല ക്രിസ്തുമാർഗി ഒരു ക്രിസ്ത്യാനി അല്ല എന്നുള്ളതാണ്. ആ മഹാത്മാഗാന്ധിയുടെ മാർഗത്തിൽ, ക്രിസ്തു മാർഗത്തിൽ, മഹാത്മാഗാന്ധി പഠിപ്പിച്ച ക്രിസ്തു മാർഗത്തിൽ എങ്ങനെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ സാഹോദര്യവും ഐക്യവും ഉണ്ടാകും. പശ്ചിമേഷ്യയുടെ വിഷയങ്ങളെക്കുറിച്ച്, ക്രിസ്ത്യൻ മുസ്ലിം വിഷയങ്ങളെക്കുറിച്ച്, ക്രിസ്ത്യൻ മുസ്ലിം ജൂത വിഷയങ്ങളെക്കുറിച്ച്, ബൈബിളിലെയും ഖുറാനിലെയും യേശുവിനെ കുറിച്ചൊക്കെ ഒരു നല്ല ക്രിസ്തീയ സുഹൃത്തിനോട്, സഹോദരനോട്, ക്രിസംഗിയല്ല, എടുത്തു പറയട്ടെ, ക്രിസംഗിയല്ല, നല്ലൊരു ക്രിസ്തീയ സുഹൃത്തിനോട് നടത്തിയ സംഭാഷണങ്ങളാണ്. യേശു ക്രിസ്തുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് ആ രസകരമായ വളരെ ഡീപ്പായ കോൺവെർസേഷനാണ്, ആഴമേറിയ കോൺവെർസേഷനാണ്. യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം. ആ കോൺവെർസേഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകും. താങ്കളുടെ വരെ കേട്ടുള്ളൂ. ഓക്കെ, ഞാൻ ചേട്ടൻ ഇതൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നേ. അപ്പൊ അതിലൊരു അഭിപ്രായം പറയാൻ വിളിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ തർക്കിക്കാനോ അതിനൊന്നും വിളിച്ചൊന്നുമല്ല. അപ്പൊ ഞാനതിൽ കണ്ടെന്ന് പറഞ്ഞാല് അതില് എന്താണ് എന്താണ് ഈ ഇസ്ലാം മതം അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിനെ ബേസ് ചെയ്തുള്ളൊരു വീഡിയോ പറഞ്ഞില്ലായിരുന്നോ? അതെ. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇത് രണ്ടും രണ്ട് വിശ്വാസങ്ങളാണ്. ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഖുറാൻ ഫോളോ ചെയ്യുന്നില്ല. ഞങ്ങൾ ഖുറാന്റെ അവരുടെ ഖുറാനോ അവരുടെ ഹദീസുകളോ അവരുടെ ബാക്കി എന്തൊക്കെ ഡോക്ട്രിൻസ് ഉണ്ടോ അതൊന്നും ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിബ്ലിക്കലി റെഫറൻസ് എന്താണോ ബിബ്ലിക്കലാണ് മെയിൻ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ബിബ്ലിക്കലി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ പറയുന്നത് യേശു ക്രിസ്തുവിനെ പറയുന്നത്. ബട്ട് അവിടെ യേശു ക്രിസ്തുവിനെ പറയുമ്പോഴും ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കത് മറുപടി പറയാനുള്ള ഒരു ബാധ്യതയോട്. ഇപ്പൊ ഈസാ നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞങ്ങളെ റിലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. ബട്ട് ബേസിക്കലി ഒരാൾ യേശു ക്രിസ്തു എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡിൽ വരുന്നത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനൊരു മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതിൽ ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ് ഈ മറിയത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഖുറാനിൽ അങ്ങനെ പറയുന്നുണ്ട്, ആ മറിയമല്ലേ ഈ മറിയം. അത് വ്യത്യാസമുണ്ട്, അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പൊ ഖുറാൻ പഠിപ്പിക്കുന്ന യേശു എന്ന് പറയുമ്പോൾ അത് മിറിയമാണ് എന്ന് മറിയത്തിന് പേര് പറയുന്നുണ്ട്. ആ പേര് പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ പഴയ നിയമത്തിൽ ബൈബിൾ വായിക്കുമ്പോൾ, പഴയ നിയമത്തിലോട്ട് പോകുമ്പോൾ അതിൽ അഹറോന്റെ സഹോദരി എന്ന് പറഞ്ഞൊരു മിറിയാമിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ആ മിറിയാമിന് അന്നത്തെ കാലഘട്ടത്തിൽ മുഹമ്മദ് അല്ലെങ്കിൽ അദ്ദേഹം മുസ്ലിങ്ങൾ പ്രവാചകൻ എന്ന് കാണുന്ന ആ വ്യക്തിക്ക് ഉണ്ടായ ചില അദ്ദേഹം ആ സമയത്ത് അറേബ്യയിൽ ആ സമയത്ത് ക്രിസ്ത്യാനിറ്റി വളർന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അവിടെ നിന്ന് കേട്ട അറിവിന്റെ പുറത്താണ് അദ്ദേഹം ആ സമയത്ത് അത് എഴുതാൻ തുടങ്ങിയത്. അല്ലാതെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയമല്ല. അപ്പൊ അതിനൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അബ്രഹാം പോട്ടെ, നമ്മള് യേശുവിന്റെ അമ്മയെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത് മേരി എന്നല്ലേ? അത് ഇംഗ്ലീഷ് വേർഡാണ് മേരി. കറക്റ്റ്. ഈ മേരി തന്നെയല്ലേ യേശുവിന്റെ അമ്മ? അതെ. ഇതേപോലെ അബ്രഹാം എന്ന ഒറിജിനൽ പേരുള്ള വ്യക്തി തന്നെയല്ലേ അബ്രഹാം? അത് ബൈബിളിൽ പറയുന്നുണ്ട്. അത് തന്നെയല്ലേ മുസ്ലിങ്ങൾ അറബി ഭാഷയിൽ ഇബ്രാഹിം എന്ന് വിളിക്കുന്നത്? അത് ശരിയാണ്. ഇനി മോസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മോശെ എന്നോ മൂസ എന്നോ അല്ലെങ്കിൽ മൂസ നബി എന്നോ മോസസ് എന്നോ വിളിക്കുന്ന ഒരാള് തന്നെയല്ലേ? അതായത് പറഞ്ഞോളൂ, അതിനുശേഷം ഞാൻ മറുപടി പറയാം. അല്ല, ഇവരെല്ലാം ഒരാൾ തന്നെയല്ലേ? അതായത് ഹിസ്റ്റോറിക്കലി ഇത് ഞങ്ങളുടെ ക്ലെയിം അല്ല.
ഇപ്പൊ ചേട്ടൻ പറയുന്ന ക്ലെയിം ഒക്കെ അല്ല ഞാൻ ചോദിച്ചത്, ഇവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ വ്യത്യാസം കാണും, പക്ഷെ പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരാളെ കുറിച്ച് തന്നെയല്ലേ? അതെ. ഇതേപോലെ ആ ലോകത്ത് കന്യകയിൽ നിന്ന് ജാതനായ ദൈവീക ജനനം ഉണ്ടായ എന്താ മിറക്കിൾസ് കാണിച്ച ആ, ക്രൂസിഫൈ ചെയ്യപ്പെട്ട ഒരാളല്ലേ ഉള്ളൂ. ഉം. അത് ഒരാളേ ഉള്ളൂ. അതെ, അദ്ദേഹത്തെ കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കാണാം, കാഴ്ചപ്പാടുകൾ കാണാം, പക്ഷെ അങ്ങനെ ഉം. ഒരാളല്ലേ ഉള്ളൂ. അങ്ങനെ ഒരാളേ ഉള്ളൂ. അത് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന യേശു ക്രിസ്തു എന്നല്ലേ? അത് ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ അപ്പം ഇതിന്റെ അവരുടെ വ്യാഖ്യാനത്തോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ക്രൂസിഫൈ ചെയ്തു എന്ന് പറയുന്നത്. അതായത് ആ മുസ്ലിങ്ങളുടെ ഇതിലുള്ള വ്യത്യാസം എന്താ? ആ മുസ്ലിങ്ങൾ പറയുന്നത് യേശുവിനെ ക്രൂസിഫൈ ചെയ്തില്ല, ദൈവം ഇല്ല സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നാണ്. ഇല്ല ഇല്ല. ഞാൻ ഈസ്റ്ററിനും ഗുഡ് ഫ്രൈഡേക്കും പരിപാടി ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ എന്റെ വിശ്വാസം, യേശുവിനെ ക്രൂസിഫൈ ചെയ്ത ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദിവസമാണെന്നല്ലേ. അതെ. അപ്പോ യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസത്തിൽ തിയോളജിക്കലി ദൈവശാസ്ത്രപരമായി വ്യത്യാസം കാണാം. പക്ഷെ അവര് ആ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ മറിയത്തിന്റെ മോനെ യേശുവിനെ കുറിച്ചല്ലേ? ആ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴേ നിങ്ങളത് പറയുന്നതിൽ തെറ്റില്ല. ഉം. പക്ഷെ അതിന്റെ ഒരു പോയിന്റ് പറയുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുവാണ്. ഇപ്പൊ ഉം. ഈ ഈ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യഹൂദ മതം തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. അപ്പൊ യഹൂദ മതത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സിസ്റ്റവും പഠിക്കാതെ നമുക്ക് ഒരു ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻസ് പഠിക്കുന്നത് തന്നെ ഒരു പഴയ നിയമത്തിലെ പഴയ മുഴുവൻ നിയമം എന്ന് പറഞ്ഞാൽ തോറയാണല്ലോ. തോറ എന്നല്ല. ഉം. തോറ എന്ന് പറയുമ്പോൾ 5 ബുക്സ് ഉള്ള എന്താണ്, ജെനസിസ്, എക്സോഡസ്, Correct. ലെവിറ്റിക്കസ്, നമ്പേഴ്സ്, ഡ്യൂട്രോണമി അടങ്ങുന്ന 5 പുസ്തകത്തിനാണ് പൊതുവെ തോറ എന്ന് പറയുന്നത്. ഉം. എന്നാൽ ജൂതന്മാരുടെ ബൈബിൾ എന്ന് പറയുന്നത് അവർ തനാക്ക് എന്നാ പറയുന്നത്. തനാക്ക്. തനാക്ക്. അതെ അതെ. അതിനെ 3 സെക്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ. അതിൽ ഒന്നാണ് തോറ. ഉം. ഒന്ന് തോറ, ഒന്ന് നെവീം, ഒന്ന് കെത്തുവീം ഉം. എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ അടങ്ങുന്ന പഞ്ചഗ്രന്ഥികൾ. ഉം. അതുപോലെ തന്നെ നെവീം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും, ഉം. കെത്തുവീം എന്ന് പറഞ്ഞാൽ അതർ ബുക്സ്. ഉം. അതിൽ വരുന്നതാണ് മറ്റ് സങ്കീർത്തനങ്ങളും മറ്റ് ആ, സോളമന്റെ അതെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത് ജൂതന്മാരെ സംബന്ധിച്ച് ഇതാണ്. പിന്നെ മറ്റൊന്ന്, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം മോസസ് തുടങ്ങി അബ്രഹാം അബ്രാഹാം തുടങ്ങി തുടങ്ങി മോസസിലെത്തി. അതെ. മോസസ് ഇവരാരും പ്രവാചകന്മാരല്ല. ദേ ആർ നോട്ട് ദ പ്രോഫിറ്റ്സ്. അവര് പ്രോഫറ്റ്സ് അല്ലേ? പിന്നെന്താ ഇല്ല. അവര്? അതായത് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് പ്രവാചകന്മാരായിട്ട് അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരല്ല, അവർ പൂർവ്വപിതാക്കന്മാരാ, ഫോർ ഫാദേഴ്സ്. ഉം. യഹൂദന്മാരുടെ ഫോർ ഫാദേഴ്സ്. ഉം. അവർക്ക് വെളിപാടുകൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ ഒരിക്കലും ഒരു പ്രവാചക നിരയിലോട്ട് കാണിക്കുന്നില്ല. പിന്നെ വേറെ ആരെയാ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നത്? പ്രവാചകനായിട്ട് ഇപ്പൊ ജൂതന്മാരെ സംബന്ധിച്ച് പ്രവാചകന്മാരായിട്ട് കൺസിഡർ ചെയ്യുന്നത് സാമുവേൽ തുടങ്ങി കൺസിഡർ ചെയ്യുന്നുണ്ട്. സാമുവേൽ, ഉം. അതുപോലെ തന്നെ ദാനിയേൽ, സാമുവേൽ, ജെറമ്യ, എസക്കിയേൽ, ഉം. അതേപോലെ തന്നെ ഒബദ്യാവ്, ഉം. ഇങ്ങനെ ആമോസ്, പിന്നെ ഉം. യോന, ഇങ്ങനെയുള്ളവരാണ് പ്രവാചകന്മാരായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഉം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്ത്യാനിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു യഹൂദിന്റെ അടുത്തോ വന്നിട്ട് അബ്രഹാം എന്ന പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ദാവീദ് എന്നൊരു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശരിക്കും പക്ഷെ വാക്കുകളിലല്ലേ വ്യത്യാസമുള്ളൂ. ഇതിലെ ഏറ്റവും അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ആദരിക്കപ്പെടുന്നവൻ, അല്ല ഒറ്റ ചോദ്യം, അല്ല, ഇതിലെ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ എബ്രഹാം പിതാവല്ലേ? അതുകൊണ്ടല്ലേ ആധുനിക കാലത്ത് എബ്രഹാം അക്കോൺസ് എന്ന് പോലും ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ മിഡിൽ ഈസ്റ്റിലെ ഇതിൽ പേരിടുന്നത്. പ്രവാചകൻ എന്ന ടൈറ്റിൽ ഇല്ലെങ്കിലും നേരെ തിരിച്ച് ഫാദർ ഓഫ് ദി നേഷൻസ്, രാഷ്ട്രങ്ങളുടെ പിതാവെന്നോ എന്ത് വിളിച്ചാലും എബ്രാഹാമിനും മോസസിനും കിട്ടുന്ന പ്രാധാന്യം ബാക്കി അങ്ങ് പറഞ്ഞ പ്രവാചകന്മാർക്ക് പലപ്പോഴും കിട്ടാറുണ്ടോ? ഇല്ല, ഞാൻ ഇനി അതിനൊരു പോയിന്റ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഈ അബ്രഹാം എന്ന ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ അബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുമ്പോൾ 3 മതങ്ങളെ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. Correct. എന്താ പറയുക, അതിൽ യഹൂദ മതം, അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി, അതിനുശേഷം ഇസ്ലാം മതത്തിനെ ആഡ് ചെയ്യാറുണ്ട്. ഉം. ബട്ട് അതിന്റെ റിയൽ റൂട്ട് വെച്ച് നോക്കുമ്പോൾ യഹൂദ മതവും ക്രിസ്ത്യാനിറ്റിയും സെയിം തായ് വേരാണ്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ, അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അബ്രഹാമിന്റെ ഒഫീഷ്യൽ വൈഫായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയിൽ നിന്ന് ജനിച്ച മകനാണ് ഇസഹാക്ക്. Correct. എന്നാൽ അദ്ദേഹത്തിന് ഒരു ഇസ്മായിൽ. ഉപപത്നി ഉണ്ടായിരുന്നു. ഉം. ഇസ്മായിൽ അല്ല, ഇസഹാക്ക്. അല്ല രണ്ടാമത്തെ കുട്ടിയുടെ പേര്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സാറായ്ക്ക് ഗർഭം ധരിക്കാനുള്ള കഴിവില്ലെന്ന് കണ്ടതുകൊണ്ട് സാറ തന്നെയാണ് സാറയുടെ പരിചാരികയായിരുന്ന ഹാഗറിനെ Correct. പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ ഇദ്ദേഹത്തെ എടുത്ത് എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ശരി. അപ്പോഴും ദൈവം പറഞ്ഞിട്ടുണ്ട്, വാഗ്ദാനം ചെയ്ത് ഇത്രയേ ഉള്ളൂ, സാറായിലൂടെ മാത്രമേ നിനക്ക് അവകാശം ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്. അവകാശിയും ഇതും വ്യത്യാസമുണ്ട്. ഒരാളിന്റെ അവകാശം, അതാണ് യഹൂദ നിയമം പഠിച്ചാലുള്ള അതിന്റെ ഒരു. അബ്രഹാമിന്റെ മക്കള് തന്നെയല്ലേ ആ അർത്ഥത്തിൽ ഇല്ല, ഞാൻ ക്രിസ്ത്യാനികളും? പറഞ്ഞോട്ടെ അതിൽ ഒരു വാക്ക് എടുത്തു പറയുന്നുണ്ട്, അവകാശി എന്ന് പറയുന്നുണ്ട്. ഉം. മക്കളാരും ആകാം, ഉം. അവകാശം അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഇസഹാക്ക് ജനിച്ചതിന് ശേഷം ഇസഹാക്കിന് 2 പിള്ളേരുണ്ടായിട്ടുണ്ട്. ഉം.
ഏസാവെന്നും യാക്കോബെന്നുമാണ്. ഇതിൽ ഏസാവാണ് മൂത്തത്. യഹൂദ പാരമ്പര്യം അനുസരിച്ചും സിസ്റ്റം അനുസരിച്ചും മൂത്തവനാണ് പിതൃത്വം ലഭിക്കേണ്ടത്, മൂത്തവനാണ് അനുഗ്രഹം ലഭിക്കേണ്ടത്. പക്ഷേ അവിടെ അനുഗ്രഹം ലഭിച്ചത് യാക്കോബിനാണ്. അതൊരു തരം സിംബോളിക്കാണ്. എന്ന് പറഞ്ഞാൽ മൂത്തവൻ ഇസ്മായിൽ ആണെങ്കിൽ പോലും ദൈവം തിരഞ്ഞെടുത്തത് ഇസ്മായിലിനെ അല്ല. ഞങ്ങളുടെ അതെന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ചും ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ചും ഞങ്ങൾ വിശ്വസിക്കുന്നത് അബ്രഹാമിന്റെ ഒരേ ഒരു അവകാശി അല്ലെങ്കിൽ സന്തതി അത് ഇസ്മായിൽ അല്ല, അത് ഇസഹാക്കാണ്. ഇസഹാക്കിലൂടെയാണ് സകലരും അനുഗ്രഹിക്കപ്പെട്ടതും സകല പ്രവാചകന്മാരും അതിലൂടെയാണ് ഉണ്ടായതും യേശു ക്രിസ്തുവിൽ വന്ന് നിൽക്കുന്നത് എന്നാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം. പക്ഷേ യേശു ക്രിസ്തുവിൽ മാത്രമേ ജൂതന്മാരും ഞങ്ങൾ തമ്മിൽ വ്യത്യാസം വരുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഞാൻ അതായത് പറഞ്ഞോട്ടെ. അല്ല ഒരു ചോദ്യം കൂടെ അവിടെ തന്നെ ചോദിച്ചോട്ടെ. യേശു ക്രിസ്തുവിനെ ഒരു ഇഞ്ച് പോലും അല്ലെങ്കിൽ ഒരു കണിക പോലും അംഗീകരിക്കാത്തവരാണ് ജൂതന്മാർ. നേരെ തിരിച്ച് യേശു ക്രിസ്തുവിനെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാചകന്മാരിലോ ദൈവദൂതന്മാരിലോ ഒരാളെ കാണുന്നവരാണ് മുസ്ലിങ്ങൾ. അല്ല, അതിലൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ബിബ്ലിക്കൽ നോളജാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ ലേഖനങ്ങളിലോട്ട് വരുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ ആ വാക്യത്തിൽ ഒരു വാക്കുണ്ട്, അത് 2-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അത് വായിച്ചാൽ മനസ്സിലാവുക. അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ പകർന്നു തന്ന ക്രിസ്തുവിനെ കുറിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് തെറ്റായ അറിവ് പകർന്നു തന്നാൽ എന്ന് പറഞ്ഞ ക്രിസ്തു ഇവിടെ, ക്രിസ്തു അവിടെ, ക്രിസ്തുവിൽ ഇങ്ങനെയാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്, അതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്ന പ്രബോധനമല്ല. അത് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ യേശു പറയുന്നുണ്ട്. ക്രിസ്തു എന്ന് പറഞ്ഞ് മിശിഹയെന്നും പറഞ്ഞും പലരും വരും. ഇതാ അവിടെ, ഇതാ ഇവിടെ, നിങ്ങൾ അത്തരം വഞ്ചനകളിൽ വീഴരുതെന്ന് യേശു ക്രിസ്തു എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തിനെ നമ്മൾ പ്രവാചകനായിട്ട് കാണേണ്ടതെന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ചും ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ചും പ്രവാചകന്മാർക്ക് രണ്ട് ഉദ്ദേശമേ ഉള്ളൂ. ഒന്ന്, ഇസ്രായേൽ ജനം വഴിതെറ്റിപ്പോകുന്ന സമയത്ത് അവരെ നേർവഴിയിലൂടെ നടത്തുക. രണ്ടാമത്തേത്, വരാനുള്ള മിശിഹയെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക. ഇതാണ് കാലാകാലങ്ങളായിട്ട് പ്രവാചകന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യേശു ക്രിസ്തു വന്നു മരിച്ച സമയത്ത് യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ എല്ലാം പൂർത്തിയാക്കി. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ നിയമങ്ങളെ മാറ്റാനല്ല, അതിനെ പൂർത്തീകരിക്കാനാണ് വന്നത്. ഓക്കെ, സോ ഫൈനലി അത് മരണത്തിന്റെ സമയത്ത് പറയുന്നുണ്ട്, എല്ലാം പൂർത്തിയായി. സോ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയായ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ക്ലോസ് ആയി. ആ ക്ലോസ് ആയ സ്ഥലത്തേക്ക് പുതിയൊരാള് പ്രവാചകനാണെന്നും പറഞ്ഞു വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. അല്ല, വേണ്ട, അവിടെയാണ് പോയിന്റ്. ഞാൻ പറഞ്ഞോട്ടെ. ഒരു സെന്റ്, അവിടെയാണ് പോയിന്റ്. അതായത് പ്രവാചകൻ മുഹമ്മദ് നബി ആ അർത്ഥത്തിൽ വന്നതാണ് എന്ന് ദൈവശാസ്ത്രപരമായി ക്രിസ്ത്യാനികൾ അംഗീകരിക്കണ്ട. പകരം ക്രിസ്ത്യാനിയെയും അല്ലെങ്കിൽ യേശുവിന്റെ അമ്മയെയും തന്നെയല്ലേ ഖുറാനിൽ ഏറ്റവും ഉന്നതമായി കാണുന്നത്. അപ്പൊ എന്റെ സിമ്പിൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, യേശുവിനെ ഒട്ടും അംഗീകരിക്കാത്ത ജൂതന്മാരോട് ഓക്കെയാണ്, പക്ഷേ യേശുവിനെ കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 5 ഇരട്ടിയാണ് ഖുറാനിൽ പറയുന്നത്. 5 തവണയാണ് പ്രവാചകനെ കുറിച്ചുള്ള പരാമർശം, 25 തവണയാണ്. ഇനി ഒരു ഒറ്റ കാര്യം കൂടെ, ഏറ്റവും ഉന്നതമായിട്ടാണ് മസീഹ, അതായത് അൽ മസീഹ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത മതങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഈ പശ്ചാത്തലം ഒന്നുമല്ല, ടോട്ടലി വേറെ പശ്ചാത്തലങ്ങളാണ്, നമ്മൾ അവതാരങ്ങളും ദേവതകളുടെയും പശ്ചാത്തലമാണ്. അപ്പോ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ ആദരിക്കുന്ന, ക്രിസ്തുവിനോടുള്ള തിയോളജിക്കൽ ഡിഫറൻസ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടാവും, പോട്ടെ. പക്ഷെ ഏറ്റവും ക്രിസ്തുവിനെ ആദരിക്കുന്ന അമ്മ മറിയത്തിന് വേണ്ടി ഒരു ചാപ്റ്റർ മാറ്റിവെക്കുന്ന മുസ്ലിങ്ങളോട് ശത്രുതയും ജൂതന്മാരോട് ഓക്കെയും ആവുന്നത് എങ്ങനെയാ? അതായത് ഇവിടെ ആരോടും ശത്രുതയില്ല. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ ചേട്ടന് എത്ര പിള്ളേരുണ്ട്? 2. ഓക്കെ, സോ സ്വാഭാവികം ഇപ്പൊ 2 പിള്ളേർ, അതിൽ ഒരു ആൺകുട്ടി ഉണ്ടോ? 2 ആൺകുട്ടികളാണ്. ഓക്കെ, 2 ആൺപിള്ളേര്. ഞാൻ പറയുവാണ്, ഇപ്പൊ ചേട്ടന് 2 ആൺപിള്ളേരുണ്ട്. ചേട്ടന്റെ സ്വത്ത് ഭാഗം വെക്കുക. എന്നാൽ ഈ 2 പിള്ളേരും എന്താണ്, ചേട്ടന് വേറൊരാളും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ചേട്ടന് ഒരു കുട്ടീനും കൂടി ഇല്ലെജിറ്റിമേറ്റ് കുട്ടി ഉണ്ടാകുന്നിരിക്കട്ടെ. പക്ഷേ ഇവരെ സ്വത്ത് കൊടുക്കുന്ന എന്റെ സ്വന്തം, അതായത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അതായത് എന്നാലും ഇപ്പൊ നിങ്ങൾ സ്വത്ത് കൊടുക്കാതിരിക്കും. അതായത് ഒരു വ്യക്തിയെ കുറിച്ച് ഒരുപാട് നല്ലത് പറഞ്ഞത് കൊണ്ടോ അതിൽ ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തത് കൊണ്ടോ അതിന് ആധികാരികത വരുന്നില്ല. ഉദാഹരണത്തിന് ഈ നമ്മുടെ ലോകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും അതാ പഠിപ്പിക്കുന്നത്. എന്നാ എല്ലാ വ്യക്തികളും ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല എന്ന് കരുതി എല്ലാ വ്യക്തികളും നെഗറ്റീവാണ് ചെയ്യുന്നതെന്ന് കരുതി
നമുക്ക് നമുക്ക് എന്താ പറയാ, നമുക്ക് ആ ഒരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റില്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാല് മുസ്ലിങ്ങൾ യേശുവിന് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, മുസ്ലിംസ് ഒരു അധ്യായം തന്നെ മാറ്റി വെക്കുന്നുണ്ട് എന്ന് കരുതി അത് ശരിയാവണമെന്നില്ല. അല്ല, അത് അതില് അതില് ശരിയാവണ്ട. അല്ല ഞാൻ അതുകൊണ്ടല്ലേ അത് പറഞ്ഞോട്ടെ, വേറൊരു മതമായത്. അല്ല ഞാൻ ഞാൻ പറഞ്ഞോട്ടെ, ചോദിക്കുന്നത്, അങ്ങനെയല്ല. പക്ഷേ അവരോട് നല്ല ബന്ധം ഉണ്ടായിക്കൂടെ? യേശുവിൽ നമുക്ക് ഒരുമ കണ്ടെത്തിക്കൂടെ? അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഉം, അങ്ങനെയല്ല. ഉം, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും, ഉം, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഡോക്ട്രിൻസിലാണ് പ്രശ്നം. ഉം, ഇപ്പൊ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും, ഉം. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരുടെ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും, മരിച്ച് 3 ദിവസം ഉയർത്തെഴുന്നേറ്റതാണെന്നും ഉം. വിശ്വസിക്കാത്ത ഒരുവൻ അവൻ നിങ്ങളെ രക്ഷ പ്രാപിക്കില്ലെന്നാ പറയുന്നത്. അപ്പൊ അതിനെ എതിർക്കുന്ന ഒരു സിസ്റ്റമാണ് ഇസ്ലാം സമൂഹം അല്ല, ചെയ്യുന്നത്. ഒരു സെക്കൻഡ്. അതിനെ ഞാൻ പറഞ്ഞോട്ടെ, അതിനെ അല്ല ഞാൻ ഇസ്ലാം, ശരി, അതിനെ എതിർക്കുന്നെന്ന് നിങ്ങൾ പറയുമ്പോഴേ ഒരു ചോദ്യം, ആ അതിനെ ഇതിന്റെ ഇരട്ടി എതിർക്കുന്നതല്ലേ ജൂത സിസ്റ്റം? അത് തന്നെയാണ് കാര്യം അവർ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന പോലും ഇല്ലല്ലോ. അവര് രണ്ടും സെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞത് യഹൂദര് നല്ലവനാണെന്നല്ല ഞാൻ പറയുന്ന. അതായത് നമുക്ക് ഞങ്ങളുടെ 3 മതങ്ങൾ, ഞാൻ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. ആ ക്രിസ്ത്യാനികൾ, യേശു ക്രിസ്തു ആണല്ലോ ക്രിസ്ത്യാനിറ്റിയുടെ സെന്റർ, ആ കേന്ദ്രവും കോറും യേശു ക്രിസ്തുവാണ് അല്ലെ? അതെ. അപ്പം യേശു ക്രിസ്തുവിനോട് ജൂതന്മാർക്ക്, ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങൾക്ക്, ഈ 3 ലോകത്തിലെ മറ്റു പ്രധാന മതവിഭാഗങ്ങൾക്ക്, വേണമെങ്കിൽ ഉം, ബുദ്ധിസ്റ്റുകൾ വരുന്നുള്ളൂ, ബുദ്ധിസ്റ്റുകൾക്കുള്ള നിലപാട് നോക്കാം. ഉം, ഇതിൽ ഉം. യേശു ക്രിസ്തുവിനെ ഏറ്റവും ആദരിക്കുന്നത് ജൂതന്മാരെ കാട്ടിയും, മുസ്ലിങ്ങളെ കാട്ടിയും, ഹിന്ദുക്കളെ കാട്ടിയും, ബുദ്ധന്മാരെ കാട്ടിയും എല്ലാം കൂടുതൽ ആദരിക്കുന്നത് മുസ്ലിങ്ങളല്ലേ? അപ്പോ ഞാനൊരു കാര്യം അല്ല, പറഞ്ഞോട്ടെ. ബാക്കിയുള്ളവരെ, പ്രത്യേകിച്ച് ജൂതന്മാർ അംഗീകരിക്കുന്ന പോലുമില്ല. ഹിന്ദുക്കൾ ഇല്ല പൊതുവെ യേശുക്രിസ്തുവിനെ ഇല്ല ഇല്ല അംഗീകരിക്കുന്നവരാണ്. ഇല്ല അതെ, അംഗീകരിക്കുന്നില്ല. അതെ. അപ്പോ ഇതൊരു കോമൺ ഗ്രൗണ്ട് വെച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ക്രിസ്ത്യൻ മുസ്ലിം ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൂടെ? അതായത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ അല്ല, ഞങ്ങളുടെ ഒന്നുമല്ല, നിങ്ങൾ ഒന്നും ഞങ്ങളുടെ മാറ്റണമെന്നല്ല. അതായത് പിന്നെ ഞാൻ എന്റെ ഉദാഹരണം വെച്ച് പറയാം. ഞാൻ ആ അയ്യപ്പനെയാണ് ദൈവമായിട്ട് കാണുന്നത്. ഓക്കെ അയ്യപ്പനെ നാളെ ഇതര സഹോദര സമുദായത്തിന്റെ ആൾക്കാർ മഹാപ്രവാചകനാണ്, അല്ലെങ്കിൽ അദ്ദേഹം വലിയ ഗുരുവാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹവും ഞാനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാര്യം എനിക്ക് അയ്യപ്പൻ ദൈവമാണ്, പക്ഷെ പുള്ളിക്ക് അയ്യപ്പൻ ദൈവമല്ല. പുള്ളിക്ക് അയ്യപ്പൻ വലിയൊരു ആചാര്യനാണ്, അല്ലെങ്കിൽ ഗുരുവാണ്, അല്ലെങ്കിൽ പോരാളിയാണ്. പക്ഷേ എന്റെ ദൈവത്തെ, ഞാൻ ദൈവമായി കാണുന്ന ഒരു സത്യത്തെ അല്ലെങ്കിൽ സങ്കല്പത്തെ വേറൊരാൾ ആദരിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? ഇനി അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. ഉം, ഇപ്പൊ ചേട്ടൻ ഈ പറഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് മനുഷ്യർക്ക് 2 തരത്തിൽ നോളജേ ഉള്ളൂ. ഉം, ഒന്ന് റാഷണൽ നോളജും മറ്റൊന്ന് സെൻസിബിൾ നോളജുമാണ്. ഉം. ഒന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാനുള്ളതും, ഒന്ന് നമ്മുടെ കണ്ണ്, കാത്, ചെവി, സ്പർശനത്തിലൂടെ, ടേസ്റ്റിലൂടെ നമ്മൾ അറിയുന്ന ബുദ്ധികൾ. ഉം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ഹൈന്ദവരുടെ അടുത്താണ് കൂടുതൽ റെസ്പെക്ട് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമില്ല, അവർക്ക് ഏകദൈവ വിശ്വാസമല്ല. ഉം. ഏകദൈവ വിശ്വാസം അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ദൈവത്തിന്റെ ഇടയിൽ ഇപ്പൊ യേശു ക്രിസ്തു വന്നാലും അവർക്കതൊരു കുഴപ്പമുള്ള കാര്യമല്ല. സോ മെന്റലി അവരത് പ്രിപ്പയർഡ് ആണ്. ഉം. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ നാട്ടിലൊക്കെ നോക്കുവാണെങ്കിൽ ക്രിസ്മസ് ഒക്കെ വരുവാണെങ്കിൽ ആദ്യം സ്റ്റാർ തൂക്കുന്നതും പുൽക്കൂട് അലങ്കരിക്കുന്നതും കരോൾ സംഘത്തിന് ആ സമയത്ത് പോകുന്നത് പോലും ഹിന്ദുക്കളാണ്. Correct. അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്, അത് ഉം, നല്ല കാര്യമാണത്. ഉം, ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉം, ശബരിമലയിൽ നിന്ന് അരവണ കൊണ്ടുവന്ന് ഞാൻ കഴിക്കില്ല. ഉം, കാരണം അത് ബ്ലെസ്സിങ് ആയതുകൊണ്ട്, എനിക്കത് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടും ഉം, എൻ്റെ വിശ്വാസം അതിന് എതിരായതുകൊണ്ട് ഞാൻ കഴിക്കില്ല. ഉം, എന്നാൽ ബ്ലെസ് ചെയ്യാതെ തരുന്നത് ഞാൻ കഴിക്കും. ഉം. പക്ഷെ അത് എനിക്ക് അത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. എന്ന് അതിനെ പറഞ്ഞാൽ പൂർണ്ണമായി ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് പറഞ്ഞോളൂ. ഹിന്ദുക്കൾക്ക് ബഹുദൈവ വിശ്വാസത്തെക്കാൾ ഞങ്ങളുടെ ഫ്രെയിംവർക്ക്, ബഹുദൈവ വിശ്വാസത്തെ വിളിക്കുന്ന പേര് പോളിതീസം എന്നാണ്, അറിയായിരിക്കുമല്ലോ? പോളിതീസം. അതെ. പോളിതീസം. ഞങ്ങൾക്ക് പോളിതീസ്റ്റിക് അല്ല, ഞങ്ങളുടെ ഫ്രെയിംവർക്ക് പ്ലൂറലിസ്റ്റിക് ആണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഓക്കെ. പോളിതീസ്റ്റിക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല, ജൂതനും അത് അംഗീകരിക്കാൻ പറ്റില്ല. അവർ ഏകദൈവ വിശ്വാസം ഉള്ളവരാണ്. അതായത് ഓക്കെ. ജൂതന്മാർ യാഹുവെ, ക്രിസ്ത്യാനികൾ യഹോവ എന്നും മുസ്ലിങ്ങൾ അള്ളാഹു എന്നും വിളിക്കുന്നത് പോലെ ഞങ്ങൾക്കുള്ള ഒരു സങ്കല്പം പരബ്രഹ്മ സങ്കല്പമാണ്. എക്സാക്ട്ലി സെയിം ഓക്കെ. അല്ല, പക്ഷെ ബ്രോഡ്ലി പരബ്രഹ്മമാണ്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം. അയ്യപ്പനോ രാമനോ കൃഷ്ണനോ ഒന്നും പരബ്രഹ്മമല്ല. അവരെ നമ്മൾ എനിക്കറിയാം. വിളിക്കുന്നത് ഡേറ്റി, ദേവത എന്ന് ഡൈറ്റീസ്. പറയാം, ഡേറ്റീസ്, ആ ദേവതാ സങ്കല്പങ്ങളാണ്. ദേവതാ സങ്കല്പങ്ങളെ നമ്മൾ വിളിക്കുന്നത് പേഴ്സണൽ ഗോഡ് എന്നാണ്, അഥവാ വ്യക്തിപരമായി നമുക്ക് ആരാധിക്കാനും ആദരിക്കാനും ഉണ്ടാകുന്ന കാര്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ കൂടെ ഒരു പ്ലൂറലിസ്റ്റിക് ഫ്രെയിംവർക്ക് ഉണ്ട്, ഒന്ന്. രണ്ട്,
See, ഞങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസം കുറെ കൂടെ പാൻതീയിസ്റ്റിക് ആണ്. അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. പാൻതീയിസ്റ്റിക് ഓക്കെ ആൻഡ് പ്ലൂറലിസ്റ്റിക്. ഓക്കെ പാൻതീയിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ തന്നെയാണ് ദൈവം, ദൈവം തന്നെയാണ് പ്രകൃതി, പ്രകൃതി ആ ദൈവത്തിലും ദൈവം പ്രകൃതിയിലും അലിഞ്ഞിരിക്കുന്നു തുടങ്ങിയ ആ സങ്കല്പങ്ങളാണ് കൂടുതൽ ഞങ്ങൾക്കുള്ളത്. ആ പക്ഷേ എന്റെ ചോദ്യം നേരെ ആ ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും ജൂതമതത്തിനും ഈ ഏകദൈവ ഫ്രെയിംവർക്ക് ഉണ്ട്, ആ ബഹുമാനിക്കുന്നു, അത് അവരുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആദരിക്കുന്നു. ഈ ഓക്കെ ഇതേ ആദരവ് വെച്ചുകൊണ്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും ഒക്കെ യേശു ക്രിസ്തുവിനെ ഏറ്റവും ആദരിച്ചിരുന്നത്. ആ അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ആ അടിസ്ഥാനപരമായി ക്രിസ്ത്യൻ മുസ്ലിം ആ വിഭാഗങ്ങൾക്കിടയിൽ ഒരുമിച്ച് അവർ ഏറ്റവും ആദരവോടെ കാണുന്ന ഏറ്റവും വലിയ ഐക്കണാണ് എബ്രഹാമും മോസസും യേശു ക്രിസ്തുവും. ഓക്കെ നമുക്കിതിൽ സമാനതകൾ കണ്ടെത്തിക്കൂടെ? ആ യോജിപ്പിന്റെ മേഖല കണ്ടെത്തിക്കൂടെ? അതായത് ഞാൻ ബൈബിള് അമ്മ മേരിയെ ആ മെൻഷൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തവണ ഖുറാൻ അമ്മ മേരിയെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഏറ്റവും അതായത് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഏക വനിതയുടെ പേര് ബൈ നെയിം മെൻഷൻ ഉള്ള ഏക വ്യക്തി അമ്മ മറിയമാണ്. ആ പക്ഷെ അമ്മ മറിയത്തെ ഇത് സിമിലർ ആണ്, ഒരുപാട് കന്യകയാണ്, സങ്കല്പമാണ്, ഒരുപാട് സിമിലർ ആണ്. മുത്തശ്ശന്റെ പേരടക്കമുള്ള കുറച്ച് കാര്യങ്ങളിലേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ ഉം. നമുക്ക് യോജിപ്പിന്റെ മേഖലയായി കണ്ടെത്തി ഒരു ക്രിസ്ത്യൻ മുസ്ലിം സാഹോദര്യത്തിന്റെ സ്പേസ് അവിടെ ഉണ്ടാക്കിക്കൂടെ? അതല്ലേ ഇനി വേണ്ടത്? ഇനി ഞാൻ ഒരു മറുപടി പറഞ്ഞോട്ടെ. പ്ലീസ്. ഇവിടെ നമുക്ക് സാഹോദര്യത്തിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ല, ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടൻ എൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ എനിക്ക് ചേട്ടൻ്റെ അടുത്ത് സഹവസിക്കുന്നതിനോ സഹകരിക്കുന്നതിനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ ഒരു കുഴപ്പമില്ല. ഇപ്പൊ അതേപോലെ തന്നെ ഒരു മുസ്ലിം ആണെങ്കിൽ നമുക്ക് അങ്ങനെ കുഴപ്പമില്ല. ഉം, അത് ആളുകളുടെ ചിലപ്പോൾ മെന്റാലിറ്റി ആയിരിക്കാം. പക്ഷെ ഉം, ഇവിടെ നമ്മുടെ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഓർഗനൈസ്ഡ് അല്ല. correct, ഞങ്ങൾ വെൽ ഓർഗനൈസ്ഡ് ആണ്. correct, ഞങ്ങൾക്ക് ഞങ്ങളുടെ സിസ്റ്റം എങ്ങനെ പോകണം, ഞങ്ങളുടെ സിസ്റ്റത്തിലൂടെ എന്തായിരിക്കണം, അത് അവിടുത്തെ പ്രാർത്ഥനകൾ പോലും എങ്ങനെയായിരിക്കണം, correct. ബിബ്ലിക്കലി എന്ത് റെഫറൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് നമ്മൾ വളരുന്നത്. ഉം. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫണ്ടമെന്റൽ ബിലീഫ്സിൽ നമുക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല. വേണ്ട, മാറ്റം ആ വരുത്തരുത്, അല്ല ഒരിക്കലും വരുത്തരുത്. ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു വ്യക്തി മോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അല്ലെങ്കിൽ എബ്രഹാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇവിടെ വ്യത്യാസം വരുന്നത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് ഇങ്ങനെ അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എത്തിക്കൂടാ? ഉം. ഇതേ ചോദ്യം ചേട്ടൻ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, ആ, നിങ്ങൾക്ക് എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ തന്നെയാണല്ലോ അവരും പറയുന്നത്, നിങ്ങളുടെ ഇതിലും പ്രവാചകനായിട്ട് കാണുന്നുണ്ടല്ലോ, ഉം, നിങ്ങളുടെ മുഹമ്മദിനേക്കാൾ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ഉം. മരിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ ഖുറാനിൽ തന്നെ പറയുന്നുണ്ടല്ലോ. തിരിച്ചു വരുമെന്ന് അങ്ങനെ പറയുന്നുണ്ട്. പറയുന്നുണ്ട്. യേശുക്രിസ്തു തിരിച്ചു അപ്പൊ വരുമെന്നാ അപ്പൊ പറയണത്. അപ്പൊ അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഹമ്മദിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പേര് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഉം. ചോദിക്കാൻ പാടില്ലേ? അല്ല, നിങ്ങൾ രണ്ടുപേരും അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അവരുപയോഗിക്കുന്നുണ്ടല്ലോ. അവരുടെ ഇല്ല, അങ്ങനെ ഉപയോഗിക്കില്ല. ഞാൻ അവരുടെ പറഞ്ഞ അങ്ങനെയല്ല. പ്രവാചക പരമ്പരയിൽ ഇല്ല ഏറ്റവും ഇല്ല, ഞാൻ പറഞ്ഞ പ്രധാനമായിട്ടാണ് അങ്ങനെയല്ല. യേശുവിനെ കാണുന്നത്. അല്ല, ആ, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അത് ഉം, പ്രധാനമാണെന്ന് കാണുകയും എന്നാൽ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പേരെന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന പേരാ. അതെ, അവര് കാര്യം അവരുടെ ഞാൻ അന്ത്യപ്രവാചകൻ പറഞ്ഞോട്ടെ എന്നാണ് അവരുടെ ഞാൻ വിശ്വാസം. പറഞ്ഞു ആ, ഞാൻ പറഞ്ഞോട്ടെ. ഉം, അതായത് അന്ത്യപ്രവാചകനേക്കാളും ക്വാളിറ്റിയുള്ള ഒരു പ്രവാചകനായിരിക്കെ ഉം. ആ പ്രവാചകനെ ഇപ്പൊ പ്രാർത്ഥനയുടെ സമയത്ത് അവർക്ക് വേണമെങ്കിൽ എന്താണ് മുഹമ്മദ് എന്ന പേര് മാറ്റി അവർക്ക് യേശു എന്ന് പറയാം. അവരെന്തുകൊണ്ട് അത് പറയാത്തെ? അവിടെയാണ് പ്രശ്നം. ഈ പ്രവാചകന്മാരുടെ ക്വാളിറ്റി അളക്കാൻ നമ്മൾ ആരാ? ഇതെല്ലാം അല്ല വ്യത്യസ്തമല്ലേ? സെ- ഇവര് അതാണ് തമ്മിലൊരു കമ്പാരിസന്റെ ആവശ്യമുണ്ടോ? അല്ല, അത് തന്നെയാണ് ഞാനും യേശു പറഞ്ഞത്. ക്രിസ്തുവും പ്രവാചകൻ മുഹമ്മദും അബ്രഹാമും മോസസും എല്ലാം മഹാമാരാണ് എന്ന് എടുത്താൽ അല്ല, പോലെ കമ്പയർ ഞാൻ ചെയ്യേണ്ട പറഞ്ഞ ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞത്. ഉം, ഇപ്പൊ പറഞ്ഞില്ലേ, ഉം, അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഞങ്ങളുടേതിനും പറ്റുന്ന. ഉം. ഞങ്ങൾക്കും അതേപോലെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. യേശുക്രിസ്തുവിന് ഒരു സാധാരണ ഒരു പ്രവാചകനാണെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കത് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കത് ദൈവപുത്രനാണ്. അതെ, അത് അത്ര വേണ്ടെന്ന് അല്ല, അത് വേണ്ടെന്ന് അല്ല, പറയാം. ഞാൻ പറഞ്ഞോട്ടെ. അങ്ങനെ വിശ്വസിച്ചവർ ആ ക്രിസ്ത്യാനികളായി ഇല്ലേ? ആ ആ അങ്ങനെ വിശ്വസിക്കാത്തവർ ജൂതന്മാരായി തുടർന്നു. അതിനുശേഷം മറ്റൊരു മതം വന്നു. അവർ പ്രവാചകനായിട്ടും അൽ മസീഹ്, അതായത് മിശിഹ എന്ന് ഒരാളെ പറയുന്നുള്ളൂ. മിശിഹ എന്ന് പറയുന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ് ഖുറാനിൽ, വേറെ ആരുമല്ല. അല്ല, വേറെ അത് സെക്കൻഡറി ആരെയും വെക്കുന്നില്ല. 11 തവണ അൽ മസീഹ് എന്ന് പറഞ്ഞാണ് റെഫറൻസ് കൊടുത്തിരിക്കുന്നത്. മിശിഹ ഓക്കെ. എന്ന് വിളിക്കുന്ന ഒരാളെ ഉള്ളൂ, അത് യേശുക്രിസ്തുവിനെയാണ്. അതായത് അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മളൊരു കാര്യം ഇങ്ങനെ റെഫർ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിനിങ്ങനെ പറഞ്ഞത് കൊണ്ടോ ഒരു വിശ്വാസം സത്യമാകണമെന്നില്ല. അല്ലെങ്കിൽ ആ വിശ്വാസമാണ് എല്ലാത്തിനും കറക്റ്റ് ആണെന്ന് നമുക്ക് ഒരു ആധികാരികതയും പറ്റൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഖുറാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും,
ഖുറാൻ ഒരിക്കലും ഇപ്പൊ മുസ്ലിംസ് പറയുന്നത് ഖുറാൻ പെർഫെക്റ്റ് ആണെന്നേ പറയുള്ളൂ. ആ. അവരുടെ വിശ്വാസ പ്രകാരം അത് പെർഫെക്റ്റ് ആണെന്നേ പറയുള്ളൂ. ആ. എന്നാൽ ഖുറാൻ അവർക്ക് ഇന്റർപ്രിറ്റ് ചെയ്യണമെങ്കിലോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലോ അവർക്ക് ഹദീസുകൾ വേണം. അതില്ലാതെ അവർക്ക് പറയാൻ പറ്റില്ല. ഉം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഖുറാൻ പെർഫെക്റ്റ് ആവുന്നത്? ഇനി See, ഖുറാൻ അതൊരു പെർഫെക്റ്റ് ആണ്. വിശ്വാസമല്ലേ? ഇല്ല, ഞാൻ ഞാൻ പറഞ്ഞോട്ടെ, വിശ്വസിക്കുന്ന ഭഗവത്ഗീത പെർഫെക്റ്റ് ആണെന്നാണ്, അങ്ങ് ഞാൻ വിശ്വസിക്കുന്ന പറഞ്ഞോട്ടെ. ബൈബിളിന്റെ പെർഫെക്റ്റ് ആണെന്നാണ്. വേറൊരാൾക്ക് ഇല്ല, അങ്ങനെയല്ല, അവരുടെ അങ്ങനെയല്ല. ഖുറാൻ ഞാൻ ഇപ്പൊ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചൂടെ? ഇല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഭഗവത്ഗീത എന്ന് പറയുന്ന ഇപ്പൊ എന്താ പറയാ, ചേട്ടൻ ചിലപ്പോൾ ഭഗവത്ഗീതയിലായിരിക്കും വിശ്വസിക്കുന്നത്. ഉം. എന്നാൽ ഹിന്ദുക്കളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വേദങ്ങളാണ് ഋഗ്വേദ, സാമവേദ, അങ്ങനെ അജുർവേദ. പറയാൻ പറ്റില്ല. അല്ല, അത് ഞാൻ മറ്റുള്ള പറഞ്ഞോട്ടെ, അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ. ആ. വേദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. ഉം. തൈത്തരീയ ഉപനിഷത്തുണ്ട്, മുണ്ടുക ഉപനിഷത്തുണ്ട്, ഈശ ഉപനിഷത്തുണ്ട്, അങ്ങനെ പല ഉപനിഷത്തുകളുണ്ട്. ഉം. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഉപനിഷത്തുകൾ തന്നെയാണ്. ഉം. അതിൽ കുറച്ചുകൂടി ഭഗവത്ഗീതനേക്കാളും കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു മനുഷ്യനെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് അതിന്റെ മോക്ഷം പ്രാപിക്കുന്നതെന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ അതിലോട്ട് വന്ന അങ്ങനെയല്ല. ഉം. ഒന്നിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു 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 സപ്പോർട്ടിങ് പില്ലർ ഉണ്ട് അതിൽ. ഉം. അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ തോറ വായിക്കും. ഉം. ഇപ്പൊ നിങ്ങൾ തോറ വായിച്ചു കഴിഞ്ഞാൽ തോറ എന്ന് പറയുന്നത് നിയമങ്ങളാണ്. കൂടുതൽ നിയമങ്ങൾ, ലോസ് ആണ്. ഈ ലോസിനെ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ യഹൂദന്മാർ, റബ്ബിമാരെന്ന് പറയുന്ന ഉം. യഹൂദന്മാര് അതിനവർ പുതിയൊരു നിയമം ഉണ്ടാക്കി ആ കാലഘട്ടത്തിൽ. ഉം. അതിന് ജൂതന്മാരുടെ വിശ്വാസം അനുസരിച്ച് മോശയ്ക്ക് 2 രീതിയിൽ യഹോവ നിയമങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയും. ഉം. എന്ന് പറഞ്ഞാൽ വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഉം. ഒന്ന് സംസാരത്തിലൂടെയും ഒന്ന് എഴുത്തിലൂടെയും. ഉം. പകല് മോശ എഴുതാൻ ഉപയോഗിക്കുകയും രാത്രി സമയങ്ങളിൽ യഹോവയിൽ നിന്ന് കേട്ട് പഠിക്കുകയും ചെയ്തെന്നാണ് പറയുന്നത്. ഇതാണ് യഹൂദന്മാരുടെ വിശ്വാസവും അവരുടെ ട്രഡീഷൻ. ഉം. ഇതിൽ നിന്നാണ് അവര് തൽമൂദ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം അവർക്ക് സെപ്പറേറ്റ് ഉണ്ട്. ഉം. ഇതിലാണ് ഒരു യഹൂദൻ എന്ത് ചെയ്യണം, ആ നിയമങ്ങൾ എങ്ങനെയാണ് അവൻ കർക്കശമായിരിക്കേണ്ടത്, ഉം. സാബത്ത് ആചരിക്കേണ്ടത് എങ്ങനെയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ വാമൊഴിനെയാണ് യേശുക്രിസ്തു അന്നത്തെ കാലഘട്ടത്തിൽ വിമർശിച്ചത്. ഉം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും നിങ്ങൾ നിയമങ്ങൾ കാണുന്നത് എന്തുകൊണ്ട് എന്നുള്ള രീതിയിലാണ് യേശു വിമർശിച്ചത്. ഉം. ഞാൻ പറഞ്ഞ ഒന്നിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഒന്നുണ്ട്. ഉം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. മനസ്സിലായി. ഇപ്പൊ തോറ എടുത്താൽ പോലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോറയിൽ നിൽക്കാൻ പറ്റില്ല. അതിനെ ഉം. എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറെ ഗ്രന്ഥങ്ങളുണ്ട്. ഉം. അതിനെയാണ് തൽമൂദ് എന്ന് പറയുന്നത്. ഉം. നിങ്ങൾ ഖുറാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖുറാൻ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം അതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഒരു മുഹമ്മദ് എങ്ങനെ ജീവിച്ചോ, എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു എന്നുള്ള എക്സ്പ്ലനേഷൻ മാത്രമാണ് അതിലുള്ളത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേറൊന്നുമല്ല. യേശുക്രിസ്തുവിന്റെ സമകാലികരെക്കാളും 600 വർഷം കഴിഞ്ഞ് വന്ന മുഹമ്മദ് പറയുന്ന വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല. അതുകൊണ്ടാണ് അത് പണ്ട് മുതൽക്ക് മുഹമ്മദിന്റെ ടീച്ചിങ്സ് ക്രിസ്ത്യൻസ് തള്ളിക്കളഞ്ഞത്. ഉം. അല്ല, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോട്ടെ. മുഹമ്മദിന്റെ വാചകങ്ങൾക്ക് കൊടുക്കണ്ട, അതുകൊണ്ടല്ലേ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞോട്ടെ. കൊടുക്കുന്നവരല്ലേ മുസ്ലിങ്ങളായി മാറിയത്? ഇല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഞങ്ങൾ യഹൂദരുടെ അടുത്ത് ഒരു ചായ്വ് കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു തോന്നൽ വരുന്നത്. ഉം. ഇപ്പൊ ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്ത് എല്ലാവരുടെയും വിചാരം അതൊരു ജിയോഗ്രഫിക്കൽ സിസ്റ്റം എന്നാണ് എല്ലാവരുടെയും വിചാരം. എന്നാൽ അതൊരു ജിയോഗ്രഫിക്കൽ അല്ല, അത് റിലീജിയസ് തന്നെയാണത്. ഉം. അബ്സല്യൂട്ട് സെൻസിൽ പറയുവാണെങ്കിൽ അതൊരു റിലീജിയസ് ആണത്. ഉം. അത് ആളുകൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അതിന്റെ റീസൺ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പണ്ട് കാലം തൊട്ട് ഈ പറയുന്ന അബ്രഹാം തുടങ്ങി മോസസ്, അതേപോലെ തന്നെ ഏലിയ പ്രവാചകൻ, അങ്ങനെ പല പ്രവാചകന്മാരുണ്ട്. ഇവരെല്ലാം യഹൂദന്മാരാണ്. ഇവരാരും അറബി സംസാരിച്ചിട്ടുള്ള ഒരു ചരിത്രങ്ങളും ഇല്ല, ഒന്നുമില്ല. ഉം. പിൽക്കാലത്ത് ഓട്ടോമൻ സാമ്രാജ്യം അത് കീഴടക്കുകയും മുഹമ്മദ് ആ സമയത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കുകയും ചെയ്ത സമയത്ത് അദ്ദേഹം ജെറുസലേമിൽ യാത്ര ചെയ്തു എന്ന് മാത്രമേ പറയപ്പെടുന്നുള്ളൂ. ഉം. ഒരു കഴുതയുടെ പുറത്തോ അതിന്റെ പുറത്തോ ഇങ്ങനെ വന്ന് യാത്ര ചെയ്യുന്ന മാത്രമേ പറയപ്പെടുന്നുള്ളൂ. ഉം. അങ്ങനെയാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ആ കാലഘട്ടത്തിൽ എന്താ പറയാ, ഈ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുമതം സ്വീകരിച്ച സമയത്ത് അദ്ദേഹം ഒരുപാട് നാള് ചെലവഴിച്ചത് അറേബ്യൻ നാട്ടിലാണ്. ഉം. ആ സമയത്ത് അറേബ്യയിൽ ഒരുപാട് ജൂതന്മാരുണ്ടായിരുന്നു, ഒരുപാട് ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. ഉം. ഇവരിൽ നിന്ന് അദ്ദേഹം ഒരുപാട് നോളജുകളും മറ്റു കാര്യങ്ങളും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. ഉം. പിൽക്കാലത്ത് അതാണ് ഒരു റിലീജിയസ് സെക്റ്റായിട്ട് വന്നത് അത്. ഉം. ഓക്കെ. അപ്പൊ ഇത് എന്തുകൊണ്ട് ഞങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞു ഈ ഒരു വിഷയം ആദ്യം കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ റിലീജിയസ് ഫാക്ട് ഈ പാലസ്തീൻ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം, ഈ പ്രവാചകന്മാരെല്ലാം മുസ്ലിങ്ങളാണ്. ഉം. അവരൊരിക്കലും അത് യഹൂദന്മാരെന്ന് പറയില്ല. ഉം. അപ്പൊ സ്വാഭാവികമായിട്ട് ആ മണ്ണ് ഇപ്പോഴും ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ആ മണ്ണ് ഇപ്പോഴും ഇരിക്കുന്നത് യഹൂദരുടെ കയ്യിലാണ്. ഉം. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ ഫെയ്ത്തിനെ ചോദ്യം ചെയ്യുന്നതാണ് അത്.
എന്തുകൊണ്ടാ? നിങ്ങൾ ഈ പറയുന്ന അബ്രഹാം ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറയുന്ന മോസസ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറയുന്ന യേശു ക്രിസ്തു വരെ, നിങ്ങൾ സോ കോൾഡ് പ്രോഫറ്റ്സ് എന്ന് വിളിക്കുന്ന യേശു ക്രിസ്തു വരെ യഹൂദൻ തന്നെയാണ്. യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യഹൂദൻ തന്നെയാണ്. Correct. യഹൂദൻ ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ ഫ്യൂച്ചറിൽ ചോദ്യം ചെയ്യും. കാരണം യേശു ഒരിടത്തും അറബി സംസാരിച്ചിട്ടില്ല, ഉം. മോസസ് ഒരിക്കലും അറബി സംസാരിച്ചിട്ടില്ല. ഉം. ഇവർ ഈ പറയുന്ന പ്രവാചകന്മാരെല്ലാം 1,25,000 പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പോലും അവർ മുന്നോട്ട് വയ്ക്കുന്ന പേരുകളെല്ലാം യഹൂദ ഇസ്രായേൽ വംശത്തിലുള്ള പ്രവാചകന്മാരുടെ പേരാ. ഉം. സ്വാഭാവികമായിട്ടും ഈ പ്രദേശം യഹൂദരുടെ കയ്യിൽ തുടരെ ഇരുന്നു കഴിഞ്ഞാൽ എന്തു പറ്റും? ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ട്രഡീഷനും ഞങ്ങളുടെ ഇത്രയും നാളും ഞങ്ങൾ വിചാരിച്ചിരുന്ന ഞങ്ങളുടെ വിശ്വാസം പാടെ തെറ്റുന്നൊരു ധാരണ വരും. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഈ പാലസ്തീൻ, ഈ ഇസ്രായേൽ വിഷയം ഇത്രയും സങ്കീർണമായത്. ഇപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇല്ല, ഞാൻ സൊല്യൂഷനെ പറഞ്ഞു രണ്ടുപേർക്കും പകുത്തു ഇല്ല ഞാൻ കൊടുക്കല്ലാതെ പറഞ്ഞോട്ടെ വേറെ എന്താ ഇല്ല വഴി? ഇല്ല ഞാൻ പറഞ്ഞോട്ടെ. ഈ അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു 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 അഭിമുഖത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു വളരെ ഈസി ആയിട്ട് പറയുന്നുള്ളൊരു ഉത്തരം. ആദ്യം അവർ നമ്മുടെ ലാൻഡ് കൈക്കലാക്കി, അതിനുശേഷം അവർ നമ്മുടെ പ്രവാചകന്മാരെ എടുത്തു, അതിനുശേഷം അവർ നമ്മുടെ സിസ്റ്റം എടുത്തു, നമ്മുടെ ട്രഡീഷൻ എടുത്തു, എല്ലാം എടുത്തു. അദ്ദേഹം പറഞ്ഞ വാക്കാ. ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള വാക്കാണ്. അത് നിങ്ങൾക്കത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. നിങ്ങൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മറ്റൊന്ന്, ഈ ലോകത്തെ എല്ലാ ഒരു കാര്യം രാജ്യങ്ങളും കൂടെ, ഏതെങ്കിലും മുസ്ലിം ദ്രോഹിച്ചിട്ടാണോ ജൂതന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോയത്? ഈ ഇല്ല ജൂതന്മാർ ലോകത്തിന്റെ പല ഭാഗത്തോട്ടും ഇസ്രായേലിൽ നിന്ന് ചെതറി ഓടിയത് ഇസ്ലാം ആ, ഉണ്ടാകുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. നൂറ്റാണ്ട് മുമ്പാണ്. ശരിയാണ്. ഏതെങ്കിലും മുസ്ലിമോ ഏതെങ്കിലും അറബിയോ അവരോട് ദ്രോഹം ചെയ്തോ? ഇല്ല അവരോട് ദ്രോഹം ചെയ്തത് റോമാക്കാരല്ലേ, അല്ലെങ്കിൽ ഇല്ല ഈജിപ്തുകാരല്ലേ? അതെ ഇവർക്ക് ഈ എന്തെങ്കിലും ജൂതന്മാരോട് ചരിത്രത്തിൽ അറബികളോ മുസ്ലിങ്ങളോ ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടില്ല. അപ്പൊ അത് തന്നെ നമ്മൾ ആലോചിച്ചാ പോരെ? അപ്പം അല്ല ഞാൻ പറഞ്ഞോട്ടെ, അതായത് സഹോദരന്മാരായി കഴിയാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ അത് എടുക്കുകയല്ലേ നമ്മൾ വേണ്ടത്? അല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്, ഈ ഒരു സിസ്റ്റത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കും. ഇപ്പോൾ എല്ലാവർക്കും നമ്മളെ പോലെ തുറന്ന ചിന്താഗതി ഉള്ളവരാകണം എന്നില്ല. ഉം. ഈ രണ്ട് കൂട്ടരും മതത്തിൽ നല്ല തീഷ്ണതയോടെ വിശ്വസിക്കുന്നവരാ. ഉം. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അല്ലാതെ അവരുടെ പുണ്യദേശം ജെറുസലേം അല്ലാതെ അവർക്ക് വേറൊരു ദേവാലയം ഇല്ല. ഉം. യഹൂദർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഉം. അവർക്ക് സിനഗോഗുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അവർക്ക് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ പള്ളി എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അവർക്ക്. ഉം. നിങ്ങൾ ആ ചരിത്രം അവരുടെ, അതായത് യഹൂദന്മാരുടെ പുരോഹിത ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രത്യേകത മനസ്സിലാവുള്ളൂ. ഉം. കാരണം നമുക്കിപ്പോൾ പള്ളി, ഇപ്പൊ നിങ്ങൾ അച്ഛന്മാർ ചിലപ്പോൾ കാണാറുണ്ട്, അവർക്ക് ക്രിസ്ത്യാനികൾക്ക് എല്ലായിടത്തും പള്ളിയാണ്. ഏതെങ്കിലും പള്ളി പോയി പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. ഉം. ജൂതന്മാർക്കുള്ളത് സിനഗോഗുകളാണ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവരവിടെ വരികയും അതിന്റെ റീഡിങ്ങും മറ്റു കാര്യങ്ങളുള്ളൂ. എന്നാൽ അവർ ബലി കൊടുക്കുന്നത്, ദഹനയാഗം കൊടുക്കുന്നത്, മൃഗങ്ങളെ അറക്കുന്നത്, ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുവിസത്തിന്റെ ചില മോഡൽസ് ജൂതന്മാർക്കും ഉണ്ട്. ഉം. ഇതിനു വേണ്ടി അവർക്ക് ലോകത്ത് ഒരേ ഒരു ആലയമേ ഉള്ളൂ. ഉം. അതാണ് ദാവീദിന്റെ പുത്രനായിട്ടുള്ള സോളമൻ വഴി യഹോവ കൊടുത്ത നിയമപ്രകാരം സോളമൻ പണി കഴിച്ച ആലയം. ഉം. ആ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് എല്ലാ ജൂതന്മാരുടെയും അവരുടെ ഒരു ഇമോഷനാണത്. ഉം. അതിലേക്ക് ആര് കൈകടത്തിയാലും അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ അവര് ഉഗാണ്ട കൊടുക്കാന്ന് പറഞ്ഞു, അർജന്റീന കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവരത് അക്സെപ്റ്റ് ചെയ്യാത്തത്. കാരണം ഉം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പുണ്യ ടെമ്പിൾ ആയിട്ടുള്ള ആ ഒരു ഹോളി സിറ്റി എന്ന് പറയുന്നത് ജെറുസലേം ആണ് അവരുടെ മെയിൻ. ഉം. അത് വിട്ട് അവർക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അത് അവരുടെ ഇമോഷനാണ്. ഉം. കാരണം നിങ്ങൾ ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ പല കാലങ്ങളിൽ പല ശക്തികൾ അത് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നുണ്ട്. ഉം. അപ്പോഴൊന്നും ജൂതന്മാർ ചിതറി ഓടിയിട്ടുണ്ട്, പിന്നെയും വന്നിട്ടുണ്ട്, ചിതറി ഓടിയിട്ടുണ്ട്, പിന്നെയും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല ജൂതന്മാർ ചിതറിപ്പോയിട്ടുള്ളത്, അതിനു ഉം. മുമ്പും പോയിട്ടുണ്ട്, അതിനുശേഷം അവർ വന്നിട്ടുണ്ട്. ഉം. ഇതേപോലെ ഇപ്പോഴും വന്നിട്ടുണ്ട് അവര്. പിന്നെ ക്രൂസൈഡുകളുടെ കാലത്ത് ജൂതന്മാരെ ക്രൂസൈഡുകൾ ആക്രമിച്ചിട്ടുണ്ട്. ആക്രമിച്ചിട്ടുണ്ട്. ഞാൻ അതിലൊരിക്കലും നല്ലതാണെന്ന് പറയുന്നില്ലല്ലോ. Correct, correct. അപ്പൊ See, ഞാൻ അതാ നമ്മൾ പറഞ്ഞത്, ഇന്ന് നമുക്കേ സൊല്യൂഷൻ എന്താ? ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾക്കുമായിട്ട് അതായത് ജെറുസലേം ഒരു എനിക്ക് ഇന്റർനാഷണൽ മനസ്സിലായി, സിറ്റിയായി വിഭജിക്കുക. വേറെ എന്താ എനിക്ക് വഴി? മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. അവിടെ അതിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഒറ്റ ഓക്കെ ചോദ്യം, അങ്ങ് ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്കുക, ഓക്കെ ജൂതന്മാർക്ക് പൂർണ്ണമായി കൺട്രോൾ കിട്ടി അവര് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വെളിയിലാക്കില്ലേ? ക്രിസ്ത്യാനികളെ ബാക്കി വെച്ചിരിക്കൂടെ? ആ ഇനി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സിമ്പിളായി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അവിടെ ജൂതന്മാർക്ക് മാത്രം കൺട്രോൾ കിട്ടിയ ക്രിസ്ത്യാനികളെ അവിടെ വെച്ചിരിക്കൂ. ഇല്ല, ഞാൻ അതിനൊരു മറുപടി പറയാം. ആ, ഞാനൊരിക്കലും ഒരു യഹൂദ പ്രേമിയോ അല്ലെങ്കിൽ ജൂതായിസമാണ് ശരിയെന്ന് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം correct. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് ഉം. എന്നാൽ ഞങ്ങളുടെ തായ്വേര് ഒന്നായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ട്രഡീഷൻ എല്ലാം സെയിമാ. ഉം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അബ്രഹാം, ഇസഹാക്ക്, യാക്കൂബ്, അങ്ങനെയുള്ള വംശപരമ്പരയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഉം. അതിനുശേഷമുള്ള പ്രവാചകന്മാരാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന പേരുകൾ സെയിമാണ്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന
ബൈബിൾ സെയിം ആണ്. ഞങ്ങൾ വായിക്കുന്ന സങ്കീർത്തനം സെയിം ആണ്. അപ്പൊ ആ ഒരു കോമൺ ഫാക്ടർ മാത്രമേ ഉള്ളൂ ഉം. എന്ന് കരുതി അവർ ചെയ്യുന്ന എല്ലാ കാരണങ്ങളും എല്ലാം Correct. ശരിയാവണമെന്നില്ല. അവര് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനമായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ലെന്ന് ഇല്ല, മാത്രമല്ല അംഗീകരിക്കുന്നില്ല. കുറച്ച് നെഗറ്റീവുമാണ്. ഞാൻ ഇല്ല, ഇസ്രായേലിൽ അല്ല. പോയി അവിടുത്തെ റാബേമാരോട് സംസാരിച്ചിട്ടുള്ളതാ പറയണേ. അപ്പൊ ഞാൻ അതായത് എന്നിട്ട് അവരോട് പറഞ്ഞു, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ. ലോക ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ മനുഷ്യൻ ഒരു ജൂതനായിരുന്നു. ആ ജൂതനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവുകേടെന്ന് മനസ്സിലായി. ഞാൻ അതായത് അവരോട് പോയി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി എനിക്ക്. അതായത് ജൂതന്മാരിൽ തന്നെ 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് അൾട്രാ ഓർത്തഡോക്സ് അതെ അതെ, അൾട്രാ ഓർത്തഡോക്സിന്റെ നോർമൽ പ്രശ്നം. ആയിട്ടുള്ളവരുണ്ട്. അതെ അതെ ഇപ്പൊ ഈ അൾട്രാ ഓർത്തഡോക്സിലുള്ള ആളുകളാണ് അവർ തുപ്പും. ഉം, അവർ അതെ ക്രിസ്ത്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ തുപ്പും. കറക്റ്റ് കറക്റ്റ് ഇപ്പൊ കറക്റ്റ്. ചിലര് അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്കത് കേൾക്കുന്നതിന് വിഷമമാണ്, അതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഇല്ല ഉള്ളൂ. ഇല്ല ഇല്ല അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം യേശുവിന്റെ കാലഘട്ടത്തിലും അതുണ്ടായിരുന്നു. ഉം. യേശുവിന്റെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. ഇവിടെ പ്രശ്നം എന്ന് ഇപ്പൊ നമുക്കൊരു ഇത് കൊടുക്കുന്നതിലല്ല പ്രശ്നം. ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു? ഇപ്പൊ പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഇത് രണ്ടായിട്ട് കൊടുത്തുകൂടാ? അതിനൊരു സിമ്പിൾ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഉം. ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഉം. എല്ലാ ഭരണങ്ങളും ഉം. ഒന്നിൽ മേൽ ഒന്ന് ആധിപത്യം സ്ഥാപിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. ഉം. ഞാനിപ്പോ ഒരു സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ ഉം. ഇന്ത്യക്കാര് ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത് നമ്മൾ അഭിമാനം കൊള്ളുന്ന അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. ഉം. ശരിയാണ്, അതിൽ ഉം. തെറ്റൊന്നുമില്ല. നമ്മുടെ പൂർവ്വീകര് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മൾ സ്വാതന്ത്ര്യം ഫൈറ്റിന് ശേഷമാണ് നമ്മൾ ഇന്ത്യ ഉണ്ടായത്. അതിനു മുമ്പ് നമ്മൾ നാട്ടുരാജ്യങ്ങളാണ്. ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ. വാസ്കോഡഗാമയാണല്ലോ ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതായത് പാശ്ചാത്യ ലോകത്ത് നിന്ന് വന്ന വിദേശി, കോളനിവൽക്കരിക്കാൻ വന്ന ആള്. കോളനിവൽക്കരിക്കാൻ വന്ന ആള്. അതിനു മുമ്പ് വേറെ ആളുകൾ വന്നിട്ടുണ്ട്. അതുണ്ട്. ഞാൻ പറഞ്ഞത് ആധുനിക കാലത്ത് കപ്പൽ മാർഗം വഴി നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇറങ്ങി വന്ന വ്യക്തി. പുള്ളി അതിനു മുമ്പ് ഇറങ്ങിയ ഒരാളാണ് ക്രിസ്റ്റഫർ കൊളംബസ്. അറിയാം. അദ്ദേഹമാണല്ലോ അമേരിക്ക കണ്ടുപിടിക്കുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് ഏത് രാജ്യത്തെ അന്വേഷിച്ച അമേരിക്കയിൽ എത്തിയത്? ഇന്ത്യ. അപ്പൊ ഇന്ത്യ ഇല്ലായിരുന്നു ഒന്നും. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. നമ്മള് നാട്ടുരാജ്യങ്ങളായി വിഘടിച്ച് കിടന്നിരുന്നു. പക്ഷെ ഇന്ത്യ ഇല്ലായിരുന്നെങ്കിലേ എങ്ങനെയാ ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ അന്വേഷിക്കുക? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ഇന്ത്യക്ക് എതിരായിട്ടല്ലേടാ. ആദ്യം അത് വേണം ഒന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ചരിത്രപരമായി ഇന്ത്യ ഇല്ലായിരുന്നെങ്കിലേ ക്രിസ്റ്റഫർ കൊളംബസ് പിന്നെ ഏത് രാജ്യം അന്വേഷിച്ചിറങ്ങുമായിരുന്നു? അല്ല, ഇന്ത്യ എന്ന് പേര് വന്നത് തന്നെ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നതിനും പൊതുവെ ആ കാലഘട്ടത്തിൽ ഭാരതം എന്നാ പറയുന്നത്. ഇപ്പോഴും നമ്മൾ ഇന്ത്യ എന്ന് പറയാൻ തുടങ്ങി. 2000 വർഷമായിട്ട് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അത് ഗ്രീക്കുകാര് വന്നപ്പോ മുതൽ ഇന്ത്യ ഇൻഡസ് എന്ന് പറയുന്നുണ്ട്. അൽ ഹിന്ദ് എന്ന വാക്കിൽ നിന്ന് രൂപീകരിച്ചാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദു നദീതട സംസ്കാരത്തിൽ അപ്പുറത്ത് ജീവിക്കുന്ന വ്യക്തികൾ. ഇപ്പൊ നിങ്ങൾ പറയുവാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യ അല്ല അവരുദ്ദേശിച്ചത് പാകിസ്ഥാൻ അടങ്ങുന്ന ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ അടങ്ങുന്ന ഇന്ത്യ, അതേപോലെ തന്നെ അത് മാറുമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ സമയത്ത്. ചോള പാണ്ഡ്യൻ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ തിരുവിതാംകൂർ, ഇപ്പൊ നമ്മുടെയൊക്കെ ഇത് പറയുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു. നമ്മൾ തിരുവിതാംകൂർ നാട്ടുരാജ്യം അങ്ങനെ തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാട്ടുരാജ്യം. അതിനുശേഷമാണ് 947 ടൈമിലാണല്ലോ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലും മറ്റുള്ളവരും നമ്മുടെ ഓരോ പ്രദേശങ്ങളും കണ്ട് സന്ദർശിക്കുകയും ഓക്കെ നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാം എന്നുള്ള ഇത് വെച്ചു. അപ്പം നാട്ടുരാജാക്കന്മാർക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അതിന് എനിക്ക് പറയുന്ന ഒരു ലെഫ്റ്റിസ്റ്റ് വേർഷൻ. പക്ഷെ ഒറ്റ ചോദ്യത്തിൽ ഞാനല്ല ക്രിസ്റ്റഫർ കൊളംബസേ ഇത്രയും ചോദ്യമുള്ളൂ. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ പോയി ഇന്ത്യക്കാരാന്ന് തെറ്റിദ്ധരിച്ചാണ് അവിടെ റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പേരിട്ടത്. ശ്രദ്ധിച്ചു കാണുമല്ലോ. നേറ്റീവ് ഇന്ത്യ എന്നൊക്കെ പേരിട്ടതും റെഡ് ഇന്ത്യൻസ് എന്ന് വിളി. അപ്പം ക്രിസ്റ്റഫർ കൊളംബസ് 1500-ലാണ്, അതായത് 1400 സംതിങ്ങിലാണ്, 492-ലാണെന്നാണ് എന്റെ ഓർമ്മ. ക്രിസ്റ്റഫർ കൊളംബസ്. അപ്പൊ ഞാൻ ചോദിച്ചതേ അല്ല, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അന്ന് ഇന്ത്യ ഇല്ലായിരുന്നെങ്കിലേ ക്രിസ്റ്റഫർ കൊളംബസ് ഏത് രാജ്യം അന്വേഷിച്ചാൽ പിന്നെ ഇറങ്ങിയത്? അതായത് ഞാൻ പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ ഭൂപടം നിങ്ങൾ ഇന്ന് കാണുന്ന രീതിയിലല്ല. അത് മാറൂലേ? ഭൂപടം മാറും. അപ്പൊ നമ്മുടെ വീടിന്റെ സ്വത്ത് മാറൂലേ? നമ്മുടെ കഴിഞ്ഞ 10 തലമുറയിലെ മുത്തശ്ശന്മാരും നമ്മളുമായിട്ട് എടുത്തു നോക്കിയാൽ നമ്മുടെ വീടിന്റെ സ്വത്ത്, ഭൂപ്രകൃതി, അതിന്റെ വിസ്തീർണം മാറും എന്ന് പറഞ്ഞ് നമ്മളില്ലെന്ന് പറയാൻ പറ്റൂ? ഇല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഒന്നിന്മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ഉണ്ടായെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ആര്യന്മാരിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ഹിന്ദുയിസം ഇന്ത്യയിൽ തന്നെ ഉടലെടുത്തത്. അവിടെയാണ് ഒരു ധാരണ ഇപ്പൊ മാറ്റി പോകാൻ കാര്യം. പലപ്പോഴും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് വേദങ്ങളാണ് ഹിന്ദുയിസത്തിന്റെ അടിസ്ഥാനമെന്ന്. അല്ല, അത് അറിഞ്ഞിരിക്കാനാണ്. അതായത് വേദ സംവിധാനത്തെക്കാൾ പഴയതാണ് അമ്പലങ്ങൾ.
ഉദാഹരണം, നമ്മൾ പറയുന്ന വേദങ്ങളിൽ ഇന്ന് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളായ അമ്പലങ്ങളേ ഇല്ല. ഇതിൽ ഞാനൊക്കെ വരുന്നൊരു ധാര എന്ന് പറഞ്ഞാൽ താന്ത്രികം എന്നാണ് വിളിക്കുന്നത്. ആഗമങ്ങൾ എന്ന് പറയും, താന്ത്രികം എന്ന് പറയും. അങ്ങ് പറഞ്ഞ വേദവും ഉപനിഷത്തും എല്ലാമാണ് ഈ ആര്യന്മാരിൽ നിന്ന് വരുന്നത്. അത് മഹത്തരം തന്നെയാണ്. പക്ഷേ ആര്യന്മാരോ വേദങ്ങളോ മാത്രമല്ല ഹിന്ദുയിസത്തിന്റെ അടിസ്ഥാനം. അതിനു മുമ്പേ ഇവിടെ പശുപതി ഉണ്ട്, അതായത് പഴയ ശിവനുണ്ട്, യോഗയുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, വെച്ചാരാധന എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതുണ്ട്. ഈ അത് വേദ ചോളന്മാരുടെ കാലഘട്ടത്തിലുണ്ടല്ലോ. അല്ല, ചോളന്മാർ 2000 ആയുള്ളൂ. ആ വേദങ്ങൾക്ക് 3500-4000 വർഷമുണ്ട്. നമ്മുടെ ഉം. ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് അടക്കം പലപ്പോഴും പഠിപ്പിക്കപ്പെടുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയാണ് വേദങ്ങളിൽ നിന്നാണ് ഹിന്ദുയിസം തുടങ്ങുന്നത്. അങ്ങനെയല്ല. അതല്ലെന്ന് പറയാൻ കാരണം വേദങ്ങളിൽ അമ്പല സംവിധാനമേ ഇല്ല. അപ്പോ ഇതൊരു വലിയ ധാരണാ പെശകാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ പലപ്പോഴും എനിക്കറിയാം അങ്ങനെയുള്ള മുസ്ലിങ്ങളും എല്ലാവരും ഇങ്ങനെയാണ് ധരിക്കുന്നത്, വേദങ്ങളാണ് ഹിന്ദുയിസത്തിന്റെ അടിസ്ഥാനം എന്നല്ല. ഹിന്ദുയിസമാണ് വേദങ്ങളുടെ അടിസ്ഥാനം. അതായത് 2 കൈകളാണ്. താങ്കൾക്കും എനിക്ക് 2 ശരീരത്തിൽ 2 കൈകളുണ്ടല്ലോ. ഇതേപോലെ ഹിന്ദുയിസത്തിന് 2 കൈകളുണ്ട്. ഒന്നിനെയാണ് നമ്മൾ വൈദികം അല്ലെങ്കിൽ വേദങ്ങൾ എന്ന് പറയുന്നത്, മറ്റേതിനെ നമ്മൾ താന്ത്രികം അല്ലെങ്കിൽ ആഗമങ്ങൾ എന്നാ പറയുന്നത്. ഇപ്പൊ ശബരിമല സുപ്രീം കോടതിയിൽ ഫൈറ്റ് നടക്കുന്നില്ലേ? ഇതൊക്കെ ഈ അതെ. ആഗമങ്ങളുടെ ബേസിലാണ് ഫൈറ്റ് നടക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, വേദങ്ങളിൽ നോക്കിയാൽ നമുക്ക് അയ്യപ്പനെ കാണാൻ പറ്റില്ല, ശ്രീരാമനെ കാണാൻ പറ്റില്ല, ശ്രീകൃഷ്ണനെ കാണാൻ പറ്റില്ല. ഇതൊന്നും വേദങ്ങളിലുള്ളതല്ല. അപ്പോ ഹിന്ദുയിസം ഈ വേദങ്ങൾ എന്ന് പറയുന്ന ഒരു ഏകശിലാത്മകതയല്ല. ജസ്റ്റ് ഒന്ന് ഫോർ യുവർ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കാനാ. 2, ഓക്കെ ഓക്കെ ഫൈൻ. ഇനി ഒറ്റ കാര്യം കൂടെ, നമ്മുടെ നാട്ട് അങ്ങനെ ആധിപത്യമല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗാന്ധിജി അടക്കമുള്ളവർ സമവായത്തിലൂടെ, അതായത് വ്യത്യസ്ത ധാരകളെ ഒരുമിപ്പിക്കുന്ന സമവായത്തിലൂടെയാണ് നമ്മളെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മുടെ കൊടിയിൽ കുങ്കുമം ഹിന്ദുവിനെ ഡിനോട്ട് ചെയ്യാനും, വെള്ള ക്രിസ്ത്യാനികളെ ന്യൂനപക്ഷങ്ങളെ ഡിനോട്ട് ചെയ്യാനും, പച്ച മുസ്ലിങ്ങളെ ഡിനോട്ട് ചെയ്യാനും വേണ്ടി വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ കൊടിയുടെ ഒരു ചരിത്രം അറിയാമെന്നറിയില്ല. ഗാന്ധിജിയുടെ ആഗ്രഹം എന്തായിരുന്നു അറിയാമോ? ആദ്യ കളർ വെള്ളയായിരിക്കണമെന്നാണ്. ഇന്ത്യൻ കൊടിയുടെ ആദ്യ കളർ വെള്ള ആയിരിക്കണം. ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെയും ഡിനോട്ട് ചെയ്യുന്ന വെള്ള, 2ാമത്തെ കളർ പച്ച, 3ാമത്തെ കളർ കാവി. ആദ്യ പ്രയോറിറ്റി ക്രിസ്ത്യാനികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും, 2ാമത്തെ പ്രയോറിറ്റി പരിഗണന മുസ്ലിങ്ങൾക്ക്, ഏറ്റവും ഉത്തരവാദിത്വം ജനസംഖ്യയിൽ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾക്ക്. അപ്പോൾ ഒന്നിനു മേളിൽ ആധിപത്യം സ്ഥാപിച്ചാണ് അങ്ങ് പറയുന്ന പോലെ പല രാജ്യങ്ങളും ഉണ്ടായത്. മുഗളന്മാരുണ്ടായത്, ഒരുപക്ഷെ ചെങ്കിസ് ഖാൻ ഉണ്ടായത്, അലക്സാണ്ടർ ഉണ്ടായത്. പക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യം സമവായത്തിലാണ് ഉണ്ടായത്. ഇത് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എല്ലാം ഉണ്ടായ സ്ഥിതിക്ക്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ജനത്തിലൂടെ നമ്മൾ പറയണം ഇനി നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അയ്യോ, ആണോ? മാറി പോകരുത്. അത് രണ്ടുപേരോടും, ജൂതന്മാരോടും മുസ്ലിങ്ങളോടും നമ്മൾ പറയരുത്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി ഒറ്റ കാര്യമുണ്ട്. ഇസ്രായേലിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഞാൻ ഇസ്രായേൽ ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇസ്രായേലിൽ പോയ വ്യക്തിയാണ്. ഇസ്രായേൽ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് 9 പേരെ കൊണ്ടുപോയിരുന്നു കഴിഞ്ഞ തവണ യുദ്ധം തുടങ്ങിയപ്പോ. ഞാനപ്പോ അവരുടെ ഗസ്റ്റായി പോയതാണ്. അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ ഇന്ത്യയുടെയും എക്കാലത്തെ നിലപാട് പറയുന്നതേ, നമുക്കിപ്പോ കോടിക്കണക്കിന് അവിടെ മുസ്ലിങ്ങളും അറബികളും ഇല്ലേ, മനുഷ്യരല്ലേ, അവർക്കും കൊച്ചുകുട്ടികളും അമ്മയും പെങ്ങളും പ്രാരബ്ധവും ഒക്കെ അല്ലേ. അതേപോലെ ഇപ്പുറത്ത് കോടിക്കണക്കിന് ജൂതന്മാരും ഉണ്ട്. നമുക്കൊരു സമവായം കണ്ടെത്തി ജെറുസലേമിനെ ഇന്റർനാഷണൽ സിറ്റിയാക്കി അവിടെ യേശുക്രിസ്തുവിന്റെ മറ്റേ കബറിടം ഉള്ള ചർച്ച് ഓഫ് സെപ്പുൽക്കർ ഒക്കെ ഉണ്ട്. ഞാനൊക്കെ അവിടെ പോയിരുന്നു. ഇതൊക്കെ ആദ്യം അക്സെപ്റ്റ് ചെയ്തതാണല്ലോ. അപ്പൊ ഒരു വിഭാഗം അതിനെ എതിർത്തു. പിന്നീട് അതിനു വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ Correct. നടന്നു. അതിനുവേണ്ടി ഇനി യുദ്ധങ്ങൾ അവസാനിക്കുന്ന ഒരു സമവായം വേണ്ടേ? ഇപ്പം ട്രംപ് ഇതുവരെ ചെയ്ത്, ഞാൻ ട്രംപിനെ എതിർക്കുന്ന ഒരാളാണ് പല പോളിസിയിലും. ട്രംപ് ഇതുവരെ ചെയ്ത ഏക നല്ല കാര്യം എബ്രഹാം അക്കോർഡ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അതായത് എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത് പ്രവാചകൻ അല്ലെങ്കിൽ ദൈവപുത്രൻ, ദേവദൂതൻ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ പിതാവായ എബ്രഹാമിന്റെ പേരിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരു സമവായത്തിൽ എത്തുക, ജെറുസലേമിനെ ഇന്റർനാഷണൽ സിറ്റി ആക്കുക, അവിടെയുള്ള കാര്യങ്ങളെ പരസ്പര ബഹുമാനത്തോടെ എല്ലാവർക്കുമായ ആക്സസിന് വേണ്ടി എടുക്കുക. സുഹൃത്തെ, വേറെ അല്ലാതെ എന്താ വഴി? ലോകത്ത് 200 കോടി ക്രിസ്ത്യാനികളുണ്ട്, അതായത് 150 കോടി മുസ്ലിങ്ങളുണ്ട്, ഇസ്രായേലുണ്ട്. ഇതിനൊരു ബാലൻസ് കണ്ടുപിടിക്കാതെ വേറെ എന്താ വഴി? ഇപ്പൊ നമ്മൾ സംസാരിച്ചൊരുപാട് കാളിയേറിപ്പോയി, വിഷയത്തിൽ മാറിപ്പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓക്കെ, ഇത് ആളുകൾക്ക് ഇപ്പൊ അത് എങ്ങനെ എടുക്കും? ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഒരു മതപരമായിട്ടുള്ള പശ്ചാത്തലം ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാല്, ഇപ്പൊ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞില്ലേ, നിങ്ങൾക്കത് എന്തുകൊണ്ട് അങ്ങനെ അവരിപ്പോ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിപ്പോ ചോദിച്ചില്ലേ? അല്ല, എന്റെ ഒറ്റ വഴി പറഞ്ഞോട്ടെ. ഞാൻ പറയണത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല. ഞാൻ പറയണത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മുസ്ലിം നെറേറ്റീവ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല. പകരം യേശു ക്രിസ്തുവിനെ ആദരിക്കുന്ന മുസ്ലിം ആറ്റിറ്റ്യൂഡ് റെസ്പെക്ട് ചെയ്തുകൂടെ എന്നാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. യേശു ക്രിസ്തുവിന് ദൈവപുത്രനായിട്ടും യേശു ക്രിസ്തു തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നും ഇങ്ങനെയാണോ അവർ ആദരിക്കുന്നത്?
ഒറ്റ വലിയ വ്യത്യാസമുള്ളൂ. ദൈവപുത്രൻ എന്ന വാക്ക് അവർ അംഗീകരിക്കുന്നില്ല. പകരം ആ മനുഷ്യരിൽ മഹോന്നതനാണെന്നും ആ 11 തവണ അൽമസീഹാണെന്നും യേശുവിന്റെ ആ മഹത്വം കാരണം ക്രൂസിഫൈ ചെയ്യുന്ന സമയത്ത് ദൈവം ഇറ്റ് വാസ് മെയ്ഡ് ടു ബി അപ്പിയർ സോ, ആ അതായത് യേശു ക്രിസ്തുവിനെ അതായത് കുരിശിലേറ്റി എന്ന്. ഞാൻ യേശു ക്രിസ്തുവിനെ മനസ്സിലായി. കുരിശിലേറ്റി എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്, അത് വേറെ. പക്ഷെ ഓക്കെ. അവരുടെ വിശ്വാസത്തിന് ആ ദൈവം യേശുവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നും യേശു തിരിച്ചു ആ വരുമെന്നും വിശ്വസിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ദൈവശാസ്ത്രപരമായിട്ടും വിശ്വാസപരമായിട്ടും അഭിപ്രായ ആ വ്യത്യാസമുണ്ട്. പക്ഷെ ആ അവർ യേശുവിനെ ഏറ്റവും മഹാനായിട്ടല്ലേ കാണുന്നത്. ആ അത് ഈ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് റെസ്പെക്ട് ചെയ്തുകൂടെ? ഓക്കെ, ആ ആറ്റിറ്റ്യൂഡിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു വലിയൊരു തെറ്റുണ്ട്. ഉം. ഒരു വലിയ തെറ്റുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഒരു സിമ്പിൾ ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരാളെ ഒരാളെ രണ്ട് മുട്ടുകാലും തല്ലി പിടിച്ചിട്ട് അതിനിപ്പോ നിങ്ങൾക്ക് മുട്ടുകാല് അതിന് തല്ലി ക്ഷമിച്ചു പിടിക്കുന്നതാണോ? പറയും. ഞാൻ അല്ല കറക്റ്റ് എക്സാമ്പിൾ പറയാം. ഞാൻ അങ്ങേക്ക് ഞാൻ കൺവിൻസ് പറഞ്ഞോട്ടെ. ആവുന്ന എക്സാമ്പിൾ പറയാം. ബി ജെ അല്ല ഞാൻ പിക്കാരിൽ പറഞ്ഞോട്ടെ. പലർക്കും ഒറ്റ സെക്കൻഡ്, ഗാന്ധിജി രാഷ്ട്രപിതാവാണ് അംഗീകരിക്കാത്ത ഒരുപാട് ബി ജെ പിക്കാരുണ്ട്. ആ അതായത് നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി എന്ന് അംഗീകരിക്കാത്ത തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്. മോദിജിയൊക്കെ അംഗീകരിക്കുന്നുണ്ട്, പകരം തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്. പക്ഷെ അവരും മഹാത്മാഗാന്ധി എന്ന മനുഷ്യനെ ആദരിക്കുന്നുണ്ട്, മഹാത്മാഗാന്ധി എന്ന നേതാവിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ വിശ്വാസത്തിൽ ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. കാര്യം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അടക്കം പറഞ്ഞ. പക്ഷെ മഹാത്മാഗാന്ധിയെ ആദരിക്കുകയും എന്നാൽ രാഷ്ട്രപിതാവായി കാണാത്ത ആൾക്കാരോടും കൂടി നമുക്കൊരു ബന്ധം സ്ഥാപിച്ചൂടെ? ഇതേപോലെ ഓക്കെ. ഇനി യേശു ഇനി ഇനി ക്രിസ്തുവിനെ ഇനി 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 ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഉം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ഫണ്ടമെന്റൽ ബിലീഫ് എന്നുള്ളത്, ഫണ്ടമെന്റൽ ബിലീഫ് നിങ്ങൾ ഉം, എന്താണ് 4 സുവിശേഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല്, ഉം, 4 സുവിശേഷം ഇപ്പൊ ചിലർ ചോദിക്കാറുണ്ട് എന്തിനാ 4 സുവിശേഷം. ഈ 4 സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉം, അത് 4ഉം വായിക്കണം. ചിലർ ചിന്തിക്കുക ഇതെല്ലാം ഒരേ രീതിയിലാണല്ലോ. അങ്ങനെയല്ല. ഉം, 4 പർപ്പസിൽ എഴുതിയതാ. 4ഉം വായിച്ചിരിക്കണം. ഉം. അപ്പോഴേ നിങ്ങൾക്ക് യേശുക്രിസ്തു എന്താണെന്നും യേശുക്രിസ്തു എന്താണ് ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യുന്നതെന്നും ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. ഉം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എഴുതി, എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ എഴുതിയിരിക്കുന്നത്. ഉം, എന്താ അവിടെ പൗലോസ് പറഞ്ഞേ? ഉം. അവിടെ ഒരുപാട് നിയമങ്ങൾ, ഇതുപോലത്തെ പ്രശ്നങ്ങൾ 1-ാം നൂറ്റാണ്ടിലും ഉണ്ടാവാൻ തുടങ്ങി. ജൂതന്മാരുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ ഒറ്റ വാക്കേ പറഞ്ഞോളൂ അവിടെ. ഉം. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: അതെന്ത് വാങ്ങിക്കൊള്ളട്ടെ, അതിലൊന്നും വലിയ കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. പക്ഷേ യേശുക്രിസ്തു ഭൂമിയിൽ വന്നെന്നും മനുഷ്യർക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നും പുനരുദ്ധാനപ്പെട്ടെന്നും വിശ്വസിക്കാത്ത ഒരുത്തൻ ഉം. അവന് രക്ഷ ലഭിക്കില്ല. ഭൂമിയിൽ എന്താണ് എന്താണ് രക്ഷയ്ക്കായി യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് ഫണ്ടമെന്റൽ ബിലീഫ്. അത് അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ദൈവശാസ്ത്രപരമല്ലേ, അല്ല ഞാൻ ചരിത്രപരമല്ലല്ലോ. പറഞ്ഞോട്ടെ ഉം, ഞാൻ പറഞ്ഞോട്ടെ ഉം, അപ്പൊ ദൈവശാസ്ത്രപരമായിട്ടോ ചരിത്രപരമോ എന്തോ ആയിക്കോട്ടെ, ഉം, ഇത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഉം, ഞങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എന്റെ വിശ്വാസ പ്രകാരം ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഉം. അതേ യേശുക്രിസ്തുവിനെ പ്രവാചകൻ എന്ന് പഠിപ്പിക്കുകയും അതിനെ പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഞാൻ കാണുമ്പോഴേ എനിക്കത് സ്വാഭാവികമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ വിശ്വാസം, ഞാനും പോണത് എന്റെ വിശ്വാസത്തെ പ്രഘോഷിക്കാനാണ്. ഉം. ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ അതുകൊണ്ടല്ലേ ആരാധിക്കുന്നത് അവര് വേറൊരു മതമാകുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ വേറെ മതമാകുന്നെങ്കിൽ അതെന്താ പറയേണ്ടത്? അത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ മാത്രം വിശ്വാസമാണ് എന്നുകൂടി പറയണം. ഇത് അങ്ങനെ അങ്ങനെ അങ്ങനെയല്ലേ അവര് പറയണേ. ഇല്ല ഇപ്പൊ അത് ഉദാഹരണ വ്യത്യാസമുണ്ട്. ഉദ- ഞാൻ ഉദ- പറഞ്ഞോട്ടെ ഉദ- ഞാൻ പറഞ്ഞോട്ടെ ആ, ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ ആ, ഉദാഹരണത്തിന് നിങ്ങൾ സക്കീർ നായകിന്റെ വീഡിയോ കണ്ടാലോ ആ, അല്ലെങ്കിൽ MM അക്ബറിനെ കണ്ടാലോ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാല് ഉം, ക്രിസ്തു മതം എന്ന് എടുത്താണ് പറയുന്നത്. ഉം. ഇത് നമുക്കതിനോട് ശക്തമായി വിയോജിക്കാം. നമുക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഓക്കെ. ഞാൻ യേശു അത്തരം ക്രിസ്തു കുരിശുമരണത്തിൽ ഏറിയെന്നും ഞാൻ എന്റെ വിശ്വാസം കൂടെ പറയാം കേട്ടോ. ഞാൻ ഇപ്പൊ ഇത് ആ, ഇത്ര പഠിച്ചതെന്നുള്ള വിശ്വാസം, ആ, എന്റെ വിശ്വാസം യേശുവിന്റെ കുരിശുമരണം സംഭവിച്ചു എന്നും യേശു പുനർജനിച്ചു എന്നും അല്ലെങ്കിൽ പുനരുദ്ധാരണം ഉണ്ടായി, ഈസ്റ്ററിൽ അദ്ദേഹം എന്താ പറയണേ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ ഞാനത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ഓക്കെ, മുസ്ലിങ്ങൾ മനസ്സിലായി. സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ മുസ്ലിങ്ങളുടെ ആ ആദരവിന്റെ പോയിന്റ് വെച്ച് നമുക്ക് ബിൽഡ് ചെയ്തൂടെ? കാര്യം ആ ഇതിന്റെ ആ ഇരട്ടി വിയോജിപ്പ് ജൂതന്മാരോടുണ്ടല്ലോ. അല്ല ഞാൻ പക്ഷെ പറഞ്ഞോട്ടെ. എന്നിട്ടും അതായത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളെന്ന് മാത്രം അങ്ങനെ വിരോധമൊന്നും ഇല്ല. അല്ല, കാര്യം എന്താ അറിയോ സുഹൃത്തെ, ലോകത്ത് ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം ഒരുപാട് നടക്കുന്നുണ്ട്. അതുണ്ട്. ഇതൊരു അത് റിയാലിറ്റി പണ്ട് അല്ലേ? തുടങ്ങിയുണ്ടല്ലോ. അത് പണ്ട് തുടങ്ങിയുണ്ടല്ലോ. ഇത് നമ്മുടെ തലമുറയെ അവസാനിപ്പിക്കണ്ടേ? ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഇത് എനിക്ക് മനസ്സിലായത്. ഇന്നല്ലെങ്കിൽ നാളെ അവസാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? അല്ല ഈ പരസ്പരം യുദ്ധത്തിലും അല്ല സാധനങ്ങളിലും പോവും. എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഉം, ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പത്തുള്ള ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും അല്ല. ഉം, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഉം, ഓക്കെ. ഇപ്പൊ അതിൽ കുറെ അപ്ഡേഷൻസ് വന്നു. ഇപ്പം നോമ്പെടുക്കുന്നതിൽ അവർക്ക് കുറച്ച് ആനുകൂല്യങ്ങളുണ്ട്, അല്ലാത്ത ഉം, രീതികളുണ്ട്. അതേപോലെ തന്നെ ഇത്തരം എന്താണ് ഈ ലത്തീൻ ഭാഷയിൽ തന്നെ കുർബാന ചൊല്ലണമെന്നോ അല്ലെങ്കിൽ സുറിയാനി ഭാഷയിൽ തന്നെ കുർബാന ചൊല്ലണമെന്നൊന്നുമില്ല. ഇപ്പം ഉം, നിങ്ങളുടെ പ്രാദേശിക ഭാഷ ഏതാണോ അതിന് അവർക്ക് കുർബാന ചൊല്ലാം. ഉം.
ഓക്കെ. അങ്ങനെ ഒരുപാട് അപ്ഡേഷൻസും അങ്ങനെ ഒരുപാട് മാറ്റങ്ങളും ക്രിസ്തീയ സഭയിൽ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഉം. പക്ഷെ ഇത് ഇസ്ലാം സമൂഹത്തിനിടയിൽ ഇത് ഒട്ടുമില്ല. ഈ പരിഷ്കരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ടത്. ഉദാഹരണം മാറ്റമിൽ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പോ എന്താ പറയാ, ഉദാഹരണം പറയുമ്പോൾ ഓക്കെ, ഉദാഹരണത്തിന് അവർ പർദ്ദ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നത് യേശു ക്രിസ്തു മാംസം എന്താണ്, പന്നി മാംസം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉം. ഏഹ് ഉം. ഇത് അപ്പൊ ഇതൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ അങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാവും. ഉം. ഉം. ഓക്കെ, അങ്ങനെ യേശുക്രിസ്തു പറയുന്നുണ്ടോ? അതോ ഇല്ല, പ്രാചീന അങ്ങനെ ജൂത ഇല്ല ഗ്രന്ഥങ്ങളിൽ പന്നി ഇല്ല കഴിക്കരുതെന്ന് അങ്ങനെയല്ല. പറയുന്നു എന്നാണോ പറയുന്നത്? ഇല്ല, യേശു ക്രിസ്തു കഴിക്കരുതെന്നാണ് പറയുന്നതെന്ന് പല ചേട്ടൻ വേണമെങ്കിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, എടുത്ത് നോക്കിക്കോ. ഓക്കെ, അങ്ങനെ വീഡിയോസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പ്രതികരിക്കേണ്ടി വരുന്നത്. അല്ല, അപ്പൊ അത് അതൊക്കെ പക്ഷേ മൈനർ കാര്യങ്ങളല്ലേ? മൈനർ ഇല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിൽ അതായത് ഇപ്പൊ പശുവിനെ കഴിക്കുന്നതിന്റെ ഒരു തല്ലിക്കൊല്ലുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ആവാറില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഉം. ഇപ്പൊ എന്നിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പറയുവാണെങ്കിൽ യേശു ക്രിസ്തു നോമ്പ് പിടിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നോമ്പ് പിടിച്ചില്ല? അല്ലെങ്കിൽ യേശു ക്രിസ്തു കുമ്പിട്ടാണ് പ്രാർത്ഥിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നില്ല? യേശു ക്രിസ്തു സുന്നത്ത് ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? എനിക്ക് ഇതിന്റെ ലോജിക്ക് ഇതിനും മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എല്ലാം ചെയ്തെന്ന് കരുതി എല്ലാം ചെയ്യാനാണെങ്കിൽ യേശു ക്രിസ്തു എന്താ പറയുക, യേശു ക്രിസ്തു 40 രാവ് 40 പകരം തിന്നാതിരുന്ന് നമുക്ക് തിന്നാതിരിക്കാൻ പറ്റുമോ? മനസ്സിലായി. അല്ല, താങ്കൾ പറയുന്നത് മുസ്ലിങ്ങളിൽ ചിലരുടെ ഭാഗത്ത് നിന്ന് മതപരമായ ഒരു അഗ്രഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എക്സസ് ഉണ്ടാകുന്നു. മനസ്സിലായി. ഉണ്ടാകുമ്പോൾ നമ്മൾ മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാകും. മനസ്സിലായി. ഫെയർ പോയിന്റ്. എന്നെ പറഞ്ഞ എനിക്കും ദേഷ്യം വരും, ഞാനും തിരിച്ചു പറയാം. അത് വേറെ. അല്ലാതെ ഇവിടെ വേറെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ അവര് പറയാണ് ഈസാ നബി ഞങ്ങളുടെ വലിയൊരു പ്രവാചകനാണ്, അദ്ദേഹം ഒരുപാട് കാര്യം ആദരണീയനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങളത് കേൾക്കുകയും ചെയ്ത് എൻജോയും ചെയ്യും. എന്നിട്ട് അവിടെ തന്നെ പറയും അത് യേശു ക്രിസ്തുവാണ്, അദ്ദേഹത്തെ കുറിച്ച് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹം ഉപവസിച്ചിട്ടുണ്ട്, അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാകും. തിൻ ലൈനാണ്. എനിക്കറിയാം. അത് പരസ്പരം പ്രകോപനങ്ങൾ ഇല്ലാതെ സമവായം രണ്ടു ഭാഗത്തു നിന്നും വേണം. അതല്ലേ പോയിന്റ്? അപ്പൊ ഇങ്ങനെ പറയുമ്പോഴാണ് പലരും അത് ഇപ്പൊ ചിലര് എല്ലാവർക്കും നമ്മളെപ്പോലെ ചിലപ്പോൾ സൗമ്യമായിട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള ഇഷ്യൂവിൽ ആര് കൈവച്ചാലും അവർക്ക് പെട്ടെന്ന് അത് പൊള്ളും. അല്ല, 100%. ശരി, ഞാനപ്പം എനിക്ക് അതിന്റെ സ്പിരിറ്റും പോയിന്റും മനസ്സിലായി. പക്ഷെ എന്റെ ഒരു ചോദ്യം കൂടെ, ആത്യന്തികമായിട്ട് ഈ ഒന്നും മേളിനുള്ളിൽ അധിനിവേശമോ അധികാരമോ സ്ഥാപിക്കാതെ ജൂത ക്രിസ്തീയ മുസ്ലിം സമൂഹങ്ങളിലെ ഒരു സാഹോദര്യവും സമവായവും ആവശ്യമുള്ളത് കൊണ്ടല്ലേ പോപ്പടക്കം മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലേക്ക് പോകുന്നതും ഈ പാലങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്? വേറെ എന്താ വഴി? അല്ല, അതൊക്കെ നല്ലതാ. ഇപ്പൊ നമ്മൾ അതിന് ഒരിക്കലും എതിരല്ലല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ കിടക്കുക, വണ്ടിയിൽ നിന്ന് വീണു, നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്ന് വിചാരിക്കുക. ആദ്യം ഓടി വരുന്നത് ഹിന്ദുക്കളും മുസ്ലിംസ് ഒക്കെ ആയിരിക്കുള്ളൂ. അവിടെ ആരും നമ്മുടെ ചോദിക്കൂലല്ലോ. അല്ല, അപ്പൊ എനിക്ക് എന്തായാലും താങ്കളോട് സംസാരിച്ച എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയാമോ? അല്ല, ഈ വ്യത്യാസങ്ങളെ വെച്ച് തന്നെ നമുക്കൊരു സമവായത്തിന്റെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ സാധ്യതയുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ 1 ഇഞ്ച് വെള്ളം ചേർക്കാതെ, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ, ഡൈല്യൂട്ട് ചെയ്യാതെ തന്നെ നമുക്ക് പരസ്പര സാഹോദര്യത്തിന്റെ അത് മതി. കറക്റ്റാണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ചേട്ടൻ്റെ ആദ്യമേ പറഞ്ഞു, ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവന്റെ പേര് വിഷ്ണു എന്നാ. അവൻ മലയ്ക്ക് പോയിട്ട് വരുമ്പോ ഇത് കൊണ്ടുവരും, അരവണ കൊണ്ടുവരും. ഞാൻ അപ്പൊ എനിക്ക് എന്റെ ഇത് അറിയാന്നുള്ളവൻ പറയും നിനക്ക് പ്ലസ് ചെയ്ത് എന്തായാലും പറ്റൂല, പക്ഷെ അരവണ കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവൻ അതേ കുപ്പി തന്നെ അവിടെ നേർച്ച വെക്കാത്ത ഒരെണ്ണം കൊണ്ടുവരും. ഇനി അയ്യപ്പന്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു ക്രിസ്ത്യാനി ഉള്ളതിനെ കുറിച്ച് അറിയാവൂ? ഇല്ല, എനിക്ക് അതും കൂടെ പറഞ്ഞു ഞാൻ വെക്കാം. അതായത് അയ്യപ്പന്റെ ഏറ്റവും എവിടെയാണ് സ്ഥലം? എവിടെ താങ്കൾ എവിടെ വിളിക്കുന്നത്? സ്ഥലം ഏതാ? ആലപ്പുഴയായിരിക്കും. നിങ്ങൾ ആലപ്പുഴയായിരിക്കും ഉദ്ദേശിച്ചത്. ആലപ്പുഴ അർത്തുങ്കൽ പള്ളിയിലെ വെളുത്തയാണ് അയ്യപ്പൻ അന്ന് കളരി പഠിക്കാൻ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത്. അതായത് വെളുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. വെളുത്ത അല്ലെങ്കിൽ വെളുത്തച്ഛൻ. അപ്പം ഇദ്ദേഹമാണ് അയ്യപ്പൻ അവിടെ അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ. അതായത് മനസ്സിലായി. അതായത് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. അതായത് ഈ ഫണ്ടമെന്റൽ ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ഈ ക്രിസ്ത്യാനികൾ ചിലരൊക്കെ അമ്പലത്തിൽ പോകുന്നവരും അതേപോലെ തന്നെ ഇതിലൊക്കെ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇവിടെ ഞങ്ങളുടെ അടിസ്ഥാന വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് എല്ലാവരും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്ന് കരുതി ഞാൻ മറ്റുള്ളവർ അത് ഫോളോ ചെയ്യാൻ ഫോഴ്സ് ചെയ്യാറില്ല. അങ്ങനെയല്ല സുഹൃത്തിനായാലും ഞാൻ കൃത്യമായിട്ടൊരു ധാരണ തരാം. അതായത് ശബരിമലയുടെയും അയ്യപ്പന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം വിഗ്രഹാരാധന ക്രിസ്ത്യൻ മുസ്ലിം യഹൂദ സമൂഹങ്ങൾക്ക് പാടില്ല.
ശരിയല്ലേ? അപ്പോ അയ്യപ്പന്റെ സുഹൃത്തായ വാവരനെ ഓർക്കാൻ ഞങ്ങൾ ഒരു അമ്പലം ഉണ്ടാക്കിയപ്പോ, അതായത് ഞങ്ങളുടെ പൂർവികർ ഒരു അമ്പലം ഉണ്ടാക്കിയപ്പോ വിഗ്രഹമില്ലാതെ ഒരു ആർച്ച് മാത്രമാണ് അവിടെ വെച്ചത്. അതായത് മുസ്ലിം സെമറ്റിക് സെന്റിമെന്റ്സ് കൺസിഡർ ചെയ്ത് ഇന്നുകൊണ്ട് എരുമേലി പോയി നോക്കി അറിയാം. അതായത് അത് ഞാൻ അന്നത്തെ പറഞ്ഞുതരാം. കഥയല്ല. അതായത് എനിക്ക് മനസ്സിലായി. താങ്കൾ പറഞ്ഞതുപോലെ, അതായത് ഇടയ്ക്ക് രാഷ്ട്രീയക്കാർ അമ്പലത്തിൽ, ക്രിസ്ത്യാനികളായ രാഷ്ട്രീയക്കാർ അമ്പലത്തിൽ പോയി തൊഴുന്നത് പോലെ അല്ല, തന്റെ വിശ്വാസമായ ക്രിസ്ത്യാനിറ്റിയിലും ക്രിസ്തുമാർഗത്തിലും ഒരിഞ്ച് വെള്ളം ചേർക്കാതെ, തന്റെ വിശ്വാസമായ ഇസ്ലാമിൽ ഒരിഞ്ച് വെള്ളം ചേർക്കാതെയാണ് അയ്യപ്പനും വാവരും വെളുത്തിയ സുഹൃത്തുക്കളായി നിന്നത്. അതിന്റെ തെളിവ് ഇന്ന് പോയാലും കാണാം. അതായത് ഞങ്ങൾ ഹിന്ദുക്കൾ പൊതുവെ സഗുണാരാധനയിൽ വിശ്വസിക്കുന്നവരാണ്, പ്രതിമ, ബിംബം തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ വാവർക്ക് വേണ്ടി നടവെച്ചിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു ആർച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ഈ പറയുന്ന സെമിറ്റിക് റിലീജിയൻസിന്റെ സെന്റിമെന്റ്സിനെയും മുസ്ലിം സെന്റിമെന്റ്സിനെയും റെസ്പെക്ട് ചെയ്ത, ഇതേപോലെ നമ്മുടെ വെളുത്തയുടെ എവിടെയും വെളുത്ത പള്ളിയിലച്ഛനായിരുന്നു എന്ന് വേർഷൻ ഉള്ളവരുണ്ട്, അവിടുത്തെ ഒരു വളരെ സമ്പന്നമായ ക്രിസ്ത്യൻ ഫാമിലിയിലെ ആളാണെന്നുള്ള വേർഷനുണ്ട്. പക്ഷെ രണ്ടാണെങ്കിലും വെളുത്ത അദ്ദേഹത്തിന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെളുത്ത രാഷ്ട്രീയക്കാരനല്ല, അതായത് തിരുവിതാംകൂറിലെ നായന്മാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവരെ ചിരിച്ചു കാണിക്കാൻ അമ്പലത്തിൽ പോവാന്ന് പറയുന്ന നസ്രാണി രാഷ്ട്രീയക്കാരനല്ല. പകരം എന്റെ വിശ്വാസം എനിക്ക് മഹത്തരമാണ്, പക്ഷെ എന്റെ സഹോദരനും വിശ്വാസമുണ്ട്, അതിനെയും ആദരിക്കണം എന്ന് വിശ്വസിച്ച ഒരാളാണ് ഈ വെളുത്തയും വാവരും. അപ്പൊ അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, അത് തങ്ങളുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർത്തിട്ടുള്ളവരല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. അതിപ്പോ പറഞ്ഞതുപോലെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഒരു പോയിന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ, അതിന് മറുപടി പറയുമ്പോൾ, ഉം. ഹിന്ദുവിഷത്തിനോട് എനിക്ക് എപ്പോഴും റെസ്പെക്റ്റേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാല് അത് എനിക്ക് കൂടുതലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് പുറത്ത് അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കേരളത്തിലുള്ള നമ്മുടെ സൗകര്യങ്ങൾക്ക് മാത്രമേ എനിക്ക് ഇത് കൂടുതലും തോന്നിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാല് എല്ലായിടത്തെ ഹിന്ദുക്കൾ ഇതേപോലെയാണ്. പക്ഷെ ഈ സെയിം അടുത്തിടയ്ക്കാണ് ഈ തന്നെയാണ്. ഞാൻ തീവ്ര പറഞ്ഞ അങ്ങനെയല്ല. ഹിന്ദുത്വവാദികളും ഗോഡ്സേവാദികളും കൂടി വരുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. അതൊരു ഞാൻ പറഞ്ഞ അല്ല, അങ്ങനെയല്ല. ഇനി ഞാൻ ഒരു പറഞ്ഞ കാര്യം അങ്ങനെയല്ല. കൂടെ, അവരാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്. അപ്പൊ മഹാത്മാഗാന്ധിയെ പോലും കൊന്ന തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അല്ല, സാക്ഷാൽ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. മഹാത്മാഗാന്ധിയെ അതായത് കൊന്ന. അപ്പൊ എനിക്ക് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എല്ലായിടത്തെ ഹിന്ദുക്കൾ ഇതുപോലെയാണ്, നമ്മുടെ മലയാളികളെ പോലെയും ഹിന്ദുക്കളെയും പോലെയാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10-70-80 അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലാണ് ഈ തീവ്ര ഹിന്ദുത്വവാദം ഈ അർത്ഥത്തിൽ വളർന്നു വരുന്നത്. അതൊരു ഇഷ്യൂ ആണ്. അതാണ് ഇഷ്യൂ. എനിക്ക് അല്ല, അതായത് എനിക്കിങ്ങനെ ഈ വർഗീയവാദം അങ്ങനെയുള്ളതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ എല്ലാവരും വർഗീയവാദികളാണ്. എല്ലാവരും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവിടെ അതല്ലല്ലോ ഒരു സെൻസ്, അല്ല, ഞാൻ അവിടെ ഒരു പറഞ്ഞോട്ടെ. വ്യത്യാസമുണ്ട്. എന്താ അറിയോ? ഞാൻ പറഞ്ഞോട്ടെ. അല്ല, എനിക്ക് താങ്കളുടെ പോയിന്റ് മനസ്സിലായി. ആ വാക്ക് അപകടകരമാണ്. ഞാൻ പറഞ്ഞ നമുക്കെല്ലാം അങ്ങനെയല്ല. നമുക്കെല്ലാം സാമുദായികവാദികളാകാം. സാമുദായികവാദം വേറെ, വർഗീയവാദം വേറെ. അങ്ങൊരു വർഗീയവാദി അല്ല, അങ്ങയുടെ വിശ്വാസത്തിന് വേണ്ടി വാദിക്കുന്ന ഇല്ല, ആളാണ്. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് വർഗീയവാദം എന്ന വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ ചിലര് പറയാറുണ്ട് മുസ്ലിം ലീഗുകാർ വർഗീയവാദികളാണ്. എന്താണ് വർഗീയത തന്നെ അവരുടെ പാർട്ടിയിലുണ്ടെന്ന് ചിലർ പറയാറുണ്ട്. അല്ലെങ്കിൽ BJP-ക്കാരെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇതിനെ പറയാറുണ്ട്. ബട്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ മാത്രമല്ല അങ്ങനെ കാണുന്നത്. അത് എല്ലാ പാർട്ടികളും, അത് എല്ലാ ഗ്രൂപ്പിസം ഉള്ളവരും അവരുടെ വർഗത്തിന് വേണ്ടിയിട്ടും അവരുടെ വർഗ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ടും അവർ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരാണ് എപ്പോഴും. അവിടെയാണ് ഞാൻ അതാ പറഞ്ഞത്. അല്ല, ഇത് രണ്ടും രണ്ടാണ്. ഇത് രണ്ടാണ്. നമുക്ക് ഡെഫിനീഷനിൽ വേണമെങ്കിൽ നമുക്ക് രണ്ടാണെന്ന് പറയാം. അല്ല, വ്യത്യാസം എന്താ അറിയാമോ? ഗാന്ധിജി ഒരു ഹിന്ദുവാദിയാണ്, പക്ഷെ ഗാന്ധിജി മുസ്ലിം വിരോധി ആയിരുന്നില്ല. അല്ലെങ്കിൽ ചാൾസ് ഫ്രീർ ആൻഡ്രൂസ്, ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത ക്രിസ്ത്യൻ സുഹൃത്താണ് CF ആൻഡ്രൂസ്. ചാൾസ് ഫ്രീർ ആൻഡ്രൂസ് നല്ല ക്രിസ്ത്യാനിയും ക്രിസ്ത്യൻവാദിയുമാണ്. പക്ഷേ ഇതര മതസമൂഹങ്ങളോട് പുള്ളിക്ക് വെറുപ്പില്ല. മൗലാന അബുൽ കലാം ആസാദ് വലിയൊരു ഇസ്ലാം മത വിശ്വാസിയും ഖുർആൻ പണ്ഡിതനുമാണ്. പക്ഷെ അദ്ദേഹത്തിന് ബാക്കിയുള്ളവരോട് വെറുപ്പില്ല. ഇത് തമ്മിൽ ഈ വ്യത്യാസമുണ്ട്. സ്വന്തം വർഗത്തിന്, സ്വന്തം മതത്തിന് വേണ്ടി സംസാരിക്കുന്നവനല്ല വർഗീയവാദി, മറ്റു മതങ്ങൾക്കെതിരെ സംസാരിക്കുന്നവനാണ് വർഗീയവാദി. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് വർഗീയവാദി എന്ന് പറയുന്നത് മതത്തിന് മാത്രമല്ലല്ലോ, എന്തിലാണെങ്കിലും. അപ്പം ഈ സമുദായവാദി എന്നോ, കാര്യം വർഗീയത എന്ന വാക്കിന് നമ്മുടെ നാട്ടിൽ മറ്റൊരർത്ഥമുണ്ട്. അതായത് വേറൊരാളോട് വിദ്വേഷം പ്രസംഗിക്കരുത്. ആ വിദ്വേഷം പ്രസംഗിക്കുന്നവനെയാണ് നമ്മൾ വിദ്വേഷവാദി എന്നോ ഹെയ്റ്റ് പൊളിറ്റിക്സോ. കാര്യം ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ പ്രശ്നം എന്താ അറിയാമോ? നാളെ നമുക്ക് ഹിറ്റ്ലറിനെ ന്യായീകരിക്കേണ്ടി വരും. ഹിറ്റ്ലർ ആര്യന്മാർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനല്ല, ഞാൻ താങ്കൾ പറയുന്നതല്ല പറഞ്ഞത്. അപ്പം ഹിറ്റ്ലർ ഒരിക്കലും നല്ലവനായിരുന്നില്ല. ഹിറ്റ്ലർ ആര്യന്മാരെന്ന വംശത്തെയും ജർമ്മനി എന്ന രാജ്യത്തെയും നശിപ്പിച്ചവനാണ്. എന്നാൽ ഗാന്ധിജി ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. പക്ഷേ ഗാന്ധിജിയേക്കാൾ നല്ലൊരു ക്രിസ്തുമാർഗിയെ കാണാൻ കഴിയില്ല.
ഗാന്ധിജിയേക്കാൾ വലിയൊരു ക്രിസ്തു മാർഗി, ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രിസ്തീയ പ്രഭാഷകനായിരുന്ന സ്റ്റാൻലി ജോൺസ്, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇവാഞ്ചലിക്കൽ ആയിരുന്നാണ് സ്റ്റാൻലി ജോൺസ്. ടൈം മാഗസീൻ വിളിക്കുന്നത് സ്റ്റാൻലി ജോൺസ് പറയുന്നത് ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ഏറ്റവും വലിയ ലോക ചരിത്രത്തിലെ ട്രാജഡി ഗാന്ധിജിയുടെ മരണമാണെന്നാണ്. അപ്പോൾ ഗാന്ധിജി ഹിന്ദു വിശ്വാസിയാണ്, രാമഭക്തനാണ്, എന്നാൽ മുസ്ലിം വിരോധിയോ ക്രിസ്ത്യൻ വിരോധിയോ ആയിരുന്നില്ല. വിവേകാനന്ദ സ്വാമി അപ്പം അല്ല, ഞാൻ പറഞ്ഞ ആ വാക്കിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാലേ നാളെ വർഗീയവാദികളെല്ലാം ഞങ്ങൾ വർഗീയവാദിയാണ്, നിങ്ങളും വർഗീയവാദിയാണല്ലോ എന്ന് പറയുന്ന ന്യായീകരണം ഉണ്ടാക്കും. ചിലപ്പോ ശരിയായിരിക്കാം. പക്ഷെ ഞാൻ അവിടെ ഉദ്ദേശിച്ചത് നമ്മൾ മനുഷ്യത്വം കാണിക്കാന്നേ ഉള്ളൂ. ഞാൻ അത്രേ ഉള്ളൂ. മനുഷ്യത്വം കാണിക്കാതെ ആരെന്ത് പറഞ്ഞാലും അവിടെ വർഗീയവാദിയായിട്ടാണ് ഞാൻ കാണുന്നത്. 100%. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഞാൻ അങ്ങയുടെ പേര് വന്നിരിക്കുന്നത്, ഞാൻ ഇത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു ഇതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോയും ഡോക്യുമെന്റും ചെയ്യാം. ഞാൻ എന്തായാലും നമ്പർ സേവ് ചെയ്തേക്കാം. എങ്ങനെയാ സേവ് ചെയ്യേണ്ടത്? എന്നെ വീഡിയോ ഒന്നും ചെയ്യരുത്. അയ്യോ അതല്ല, ഇത് ഇത്തരം കാര്യങ്ങളെ ഇതിന്റെ ഗുണം എന്താ അറിയാമോ? വളരെ അല്ലല്ല, അത് കുഴപ്പമില്ല, ശ്രദ്ധിക്കുക. വളരെ പണ്ഡിതോചിതമായ, താങ്കളുടെ ഇൻഡിവിജ്വാലിറ്റി ഒന്നും വരില്ല കേട്ടോ, അത് പേടിക്കണ്ട. വളരെ പണ്ഡിതോചിതമായ സംസാരമാണ്. കാര്യം അങ്ങേപ്പോലുള്ള ക്രിസ്ത്യൻ മതത്തിലെ വിശ്വാസികളും എന്നെപ്പോലുള്ള ഹിന്ദു വിശ്വാസികളും അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇതേപോലുള്ള ആൾക്കാരുമാണ്, അല്ലെങ്കിൽ നമ്മുടെ അൻസാരി സൂരിയെ പോലുള്ള ആൾക്കാരും വന്നൊരു സമവായം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ സമുദായത്തിലെ തീവ്ര സ്വരക്കാർക്ക് മേൽക്കൈ കിട്ടും. മിതവാദികൾ നേതൃത്വം ഏറ്റെടുത്തില്ലെങ്കിൽ തീവ്രവാദികൾ നേതൃത്വം ഏറ്റെടുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് താങ്കളെ പോലുള്ളവർ കൂടുതൽ പൊതുരംഗത്തേക്കും മറ്റും വരണമെന്നാണ്. ഞാനപ്പോ എന്തായാലും സേവ് ചെയ്തേക്കാം. എനിക്ക് മോനെ വിളിക്കാൻ പോകുന്ന സമയമായി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ വിളിക്കാമേ. അയ്യോ അത് പ്രശ്നമില്ല, ഡോണ്ട് വറി. ഞാൻ അടുത്തിടയ്ക്ക് സംസാരിച്ചതിലേ, ഞാൻ വെറുതെ പറയല്ല കേട്ടോ, ഭംഗിക്ക് പറയല്ല, അടുത്തിടയ്ക്ക് സംസാരിച്ചതിൽ ഏറ്റവും എനിക്ക് എൻലൈറ്റനിങ് ആയ ഡീറ്റെയിൽസ് ഉള്ള കുറച്ചുകൂടെ കൃത്യമായ ചരിത്രം എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിന് അഭിനന്ദനങ്ങൾ. ഞാൻ വിളിക്കാം, എന്റെ മോൻ വിളിക്കും, ഞാൻ വിളിക്കാം.